الله من الشيطان الرجيم بسم الله الرحمن الرحيم إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين صدق الله مولانا العلي العظيم. സ്നേഹാദരവുള്ള അള്ളാഹുവിന്റെ പരിശുദ്ധ മസ്ജിദിൽ ജുമുഅ നമസ്കാരത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളായ സഹോദരങ്ങളെ, അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പള്ളിയുടെ ചുറ്റുവട്ടത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മുടെ പിതാക്കൾ, മാതാക്കൾ, ഗുരുനാഥന്മാർ, മക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, വേണ്ടപ്പെട്ട എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു തരുമാറാവട്ടെ. സ്നേഹമുള്ളവരെ, ഞാൻ അതിദീർഘമായൊരു പ്രസംഗം നടത്താൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തും നിങ്ങളുടെ മുദരിസും അതുപോലെ തന്നെ ഇവിടെ നല്ല ഒരു ദർശനം നേതൃത്വം കൊടുക്കുന്ന പ്രോജ്വല പണ്ഡിതനുമായ ബഹുമാനപ്പെട്ട മുസ്തഫ അഷ്റഫി അവർകൾ പാലക്കാട് ജില്ലയിൽ ദർശനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മലപ്പുറത്തും മറ്റുമൊക്കെ ഞങ്ങളുടെ എല്ലാ പരിപാടികളിലും ദീനിയായ സദസ്സുകളിലും ഒരുമിച്ച് പങ്കെടുത്തിരുന്ന ഒരു പ്രാസ്ഥാനിക പ്രവർത്തകൻ എന്ന രീതിയിൽ ഈ പ്രദേശത്തൊരു പരിപാടിക്ക് ഇന്നലെ വന്നപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ഒരു ഹജ്ജ് ക്ലാസ് ഉച്ചയ്ക്ക് ശേഷം ഉപ്പളയിൽ നടക്കുന്നുണ്ട്, അതിൽ പങ്കെടുക്കൽ എനിക്ക് അനിവാര്യമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടെ കൂടാൻ നമുക്ക് ഇവിടെ ഒരു ചെറിയ പ്രസംഗം നടത്തിയിട്ട് പോകാമെന്ന് നിർബന്ധിച്ചപ്പോൾ ഇതിലൊന്ന് പങ്കെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഖലാ ഖദർ കൊണ്ട് ഒരു നല്ല ദർസ് നിങ്ങൾക്ക് ഇവിടെ ലഭ്യമായിരിക്കുകയാണ്. മതഭൗതിക വിദ്യാഭ്യാസം കുട്ടികൾക്ക് നൽകി നല്ല രീതിയിൽ അവർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്ന മനോഹരമായ ഒരു ദർസ്. ആ ദർസിനെ പരിപോഷിപ്പിക്കുന്നവരും അതിനുവേണ്ട പ്രവർത്തനം നടത്തുന്നവർക്കുമൊക്കെ അള്ളാഹു ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. ദീനി ഉലൂമിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്താലും അതിന്റെ പ്രത്യേകത നമുക്കൊക്കെ അറിയാമല്ലോ. ഞാൻ ദർസിന്റെ പ്രത്യേകതയെക്കുറിച്ചോ അതിന്റെ മഹത്വത്തെക്കുറിച്ചോ ഒന്നും പറയുന്നില്ല. കാലികമായ വിഷയങ്ങൾ കുട്ടികൾക്ക് ബോധിപ്പിച്ചു കൊടുക്കാൻ കെൽപ്പുള്ള പ്രബോധനത്തിന് കഴിവുള്ള ഒരു പണ്ഡിതനാണ് നിങ്ങളെ ദർസിന് നേതൃത്വം കൊടുക്കുന്നത് എന്നത് എന്തുകൊണ്ടും നിങ്ങൾക്ക് സന്തോഷിക്കാവുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഇവിടെ എന്നോട് സൂചിപ്പിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട മദ്രസയിലെ സദർ മുഅല്ലിം, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പിതാവ്, അപ്രകാരം തന്നെ ഈ നാട്ടിലെ ഏതാനും ആളുകളൊക്കെ ദർസിൽ ഇന്ന് ഇവിടെ നിന്ന് പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പോകുന്നുണ്ട്. അവർക്കൊരു യാത്രയപ്പ് എന്ന രീതിയിലും അതുപോലെ തന്നെ നാളെ നമ്മുടെ സ്വാതന്ത്ര്യ ദിനമാണ്, അത് സംബന്ധമായ സന്ദേശം എന്ന രീതിയിലും അല്പസമയം സംസാരിക്കണം എന്ന് പറഞ്ഞു. അത് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നീട്ടി സംസാരിക്കാനുള്ള വിഷയമുണ്ട്, പക്ഷേ ഉപ്പളയിൽ എത്തിച്ചേരണം എന്നതുകൊണ്ട് നിങ്ങൾക്കറിയാമല്ലോ, വളരെ ദീർഘിച്ച് പറയാൻ എനിക്ക് സമയമില്ല. നിങ്ങൾ ഈ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് എങ്കിൽ പോലും വളരെ കുറച്ച് സമയം മാത്രം നിങ്ങളുമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ സംബന്ധിച്ചുകൊണ്ട് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. പടച്ച റബ്ബ് നമുക്ക് ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. സ്നേഹമുള്ളവരെ, നമുക്കറിയാം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനമാണ് നാളെ നമ്മൾ ആഘോഷിക്കുന്നത്. അതേക്കുറിച്ച് ഒരുപാട് ചരിത്രങ്ങൾ പറയുവാനുണ്ടെങ്കിലും നമുക്കറിയാം അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് യൂസുഫ് എന്ന് പറയുന്ന നീണ്ട ഒരു സൂറത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചുകൊണ്ട് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം അവസാനിപ്പിക്കുന്ന ഭാഗത്ത് അള്ളാഹു പറയുന്നുണ്ട്, ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൽ ലിഉലിൽ അൽബാബ്. ചിന്തകന്മാർക്ക് അവരുടെ ചരിത്രങ്ങളിൽ പാഠമുണ്ട് എന്ന്. പണ്ട് കഴിഞ്ഞുപോയ മഹാന്മാരുടെ ചരിത്രങ്ങളിലൊക്കെ നമുക്ക് പാഠമുണ്ട്. ചരിത്രം ശരിക്കൊരു സമൂഹത്തെ ഭാവിയെ കൈപ്പിടിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യ മഹാരാജ്യത്ത് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നാണ് നമ്മൾ സ്വാതന്ത്ര്യം വാങ്ങിയതെങ്കിലും ആ ബ്രിട്ടീഷുകാർ ഇവിടെ കടന്നു വരുന്നതിന് മുമ്പും അന്യ നാട്ടുകാർ ഈ നാട് ഭരിച്ചിട്ടുണ്ട്. അവർ വന്ന് നമ്മുടെ നാടിനെ കോളനിവൽക്കരിച്ചുകൊണ്ട് അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ഇവിടെ നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരെ അപകടകരമായ സൂചനയുണ്ട് ഇതിൽ എന്ന് മനസ്സിലാക്കി ആദ്യം ശബ്ദിച്ചത് ചരിത്ര പുസ്തകം പരിശോധിച്ചാൽ കാണാം, ഇതുപോലെ പള്ളിയുടെ മിഹ്റാബിൽ വെച്ച് ആലിമീങ്ങളാണ്. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സ്വാതന്ത്ര്യ ദിനത്തെക്കുറിച്ചും പറയാൻ നമ്മൾ ഏറ്റവും കടപ്പെട്ടവരാ. നമ്മുടെ പള്ളി ദർസിന് നേതൃത്വം കൊടുക്കുന്ന ഉസ്താദിനെ പോലെ ഒരു കാലഘട്ടത്തിൽ വെളിയങ്കോട്ട് ജനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന ഖാദിയായ ബഹുമാനപ്പെട്ട ഉമർ ഖാദി തങ്ങളടക്കമുള്ള ആളുകൾ, അതുപോലെ തന്നെ ഈ പള്ളി ദർസിന്റെ തലവനായ ബഹുമാനപ്പെട്ട കേരളത്തിലെ മഖദൂം തങ്ങൾ, ഇവരൊക്കെയാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആദ്യം ശബ്ദിച്ച ആളുകൾ. 500 കൊല്ലം മുമ്പ് വാസ്കോഡി ഗാമ കോഴിക്കോട്ട് വന്ന് കപ്പലിറങ്ങി മലബാറിനെ കോളനിവൽക്കരിക്കുന്ന സമയത്ത് ആദ്യമായി അതിന്റെ അപകടം തിരിച്ചറിഞ്ഞത്. ഒരു വിഷയം വരുമ്പോൾ അതിൽ എന്തു വരും എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് ആലിമീങ്ങൾക്കുണ്ടാവും. ആദ്യമായി പോർച്ചുഗീസുകാർക്കെതിരെ ഒരു ശബ്ദം പുറപ്പെടുവിച്ചത് പൊന്നാനിയിൽ ദർസ് നടത്തിക്കൊണ്ടിരുന്ന ബഹുമാനപ്പെട്ട മഖദൂം ഒന്നാമന. അദ്ദേഹത്തിന് ഒരു കിതാബുണ്ട്, തഹ്രീദു അഹ്ലുൽ ഈമാനി അലാ ജിഹാദി അബദത്തി സുൽബാൻ എന്ന് പറയുന്നത്. ആ ഗ്രന്ഥം എന്ന് പറയുന്നത് ചെറിയൊരു കവിതയാണ്. ആ കവിതയിലൂടെ അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞ വാചകം, ജനങ്ങളെ, ഒരു നിലക്കും നിങ്ങൾ പോർട്ടുഗീസുകാരോട് സഹകരിക്കരുത്.
അവര് നമ്മുടെ നാടും സംസ്കാരവും നശിപ്പിക്കാൻ വന്ന ആളുകളാണ്. കള്ളു കുടിച്ചും വ്യഭിചരിച്ചും നാട്ടിൽ നടന്നിരുന്ന ആളുകളെ സംസ്കാരം നമ്മിലേക്ക് പകരും. ടൂറിസ്റ്റുകളുടെ സംസ്കാരം നമുക്ക് പകർന്നാൽ നമ്മൾ നാശമാകുമെന്ന് കോവളത്ത് പോയി നോക്കിയാൽ കാണുമല്ലോ, കുമരകത്ത് പോയി നോക്കിയാൽ കാണുമല്ലോ. ആ പ്രദേശത്തൊക്കെ ടൂറിസ്റ്റുകൾ വന്ന് ചെയ്തു കൂട്ടിയ വൃത്തികേടിന്റെ ഒരു പരിണിത ഫലം ആ നാട്ടിലെ ജനങ്ങൾ ഇപ്പൊ ശരിക്കും അനുഭവിക്കാം. മയക്കുമരുന്ന്, മദ്യം, വ്യഭിചാരം, തമ്മാടിത്തം മുഴുവൻ. എന്നതുപോലെ പോർട്ടുഗീസുകാർ അപകടമുണ്ടാക്കുമെന്ന് മനസ്സിലാക്കിയപ്പോൾ മഖ്ദൂം ജനങ്ങളോട് പറഞ്ഞു, ജനങ്ങളെ നിങ്ങൾ സഹകരിക്കരുത്. മഖ്ദൂമിന്റെ തഹ്രീദിൽ ഒരൊറ്റ വരി നോക്കിയാൽ മതി. അദ്ദേഹം പറഞ്ഞെന്താ? വലാ തജഅലൂ യാ ഖൗമി ഫറഞ്ച ഔലിയ വഇൻ ഖിഫ്തുമൂ ഹൽകൻ വഫൗതാ തിജാറതി. വലാ തജഅലൂ യാ ഖൗമി ഫറഞ്ച ഔലിയ, നിങ്ങളെ പറങ്കികൾ ഒരിക്കലും കൂട്ടുകാരാക്കരുത് കേട്ടോ. പറങ്കികളോട് നിങ്ങൾ ഒരു സഹായവും തേടരുത്, അവരെ നിങ്ങൾ അങ്ങോട്ടും സഹായിക്കാൻ പാടില്ല. വഇൻ ഖിഫ്തുമൂ ഹൽകൻ വഫൗതാ തിജാറതി, നിങ്ങൾ നശിക്കുമെന്ന് കണ്ടാലും കച്ചവടം തകരുമെന്ന് കണ്ടാലും നിങ്ങൾ ഒരിക്കലും അവരോട് സഹകരിക്കാൻ പാടില്ല എന്ന് മഖ്ദൂം ജനങ്ങളോട് പറഞ്ഞു. അതനുസരിച്ച് ജനങ്ങൾ അവരോട് സഹകരിക്കാതെ സന്ധിയില്ല സമരത്തിൽ ഏർപ്പെട്ടു. മലബാറിന്റെ മണ്ണിൽ പോർട്ടുഗീസുകാർക്കെതിരെ ഒരുപാട് സമരം നടന്നു. രണ്ടാമത്തെ മഖ്ദൂമിന്റെ കാലം വന്നു. രണ്ടാമത്തെ മഖ്ദൂം ജനസമൂഹത്തോട് പറഞ്ഞെന്താ? ഒരിക്കലും പോർട്ടുഗീസുകാരോട് സഹകരിക്കാൻ പാടില്ല. അദ്ദേഹം ഒരു പുസ്തകം എഴുതി. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് തുഹ്ഫത്തുൽ മുജാഹിദീൻ ഫീ ബഅദി അഖ്ബാരിൽ പുർത്തുഗാലിയീൻ. ആ പുസ്തകത്തിലൂടെ ശരിക്കും അദ്ദേഹം പറഞ്ഞു, പോർട്ടുഗൽ ആധിപത്യം തകർക്കണം, അതിന് നിങ്ങൾ സമരം ചെയ്യണം. മലബാറിന്റെ ശരിയായ ആധികാരിക ചരിത്രം കൂടിയാണ് ആ പുസ്തകം. അത് കഴിഞ്ഞ് പോർട്ടുഗീസുകാർ ഈ നാട് വിട്ടുപോയി നമ്മൾ സമരം ചെയ്തപ്പോ പോർച്ചുഗീസുകാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവർ പുറത്തുപോയി. പോർച്ചുഗീസുകാർ പുറത്തുപോയപ്പോ പിന്നെ നമ്മുടെ നാട്ടിൽ വന്നതാരാ? ഇംഗ്ലീഷുകാരാണ്. ഇംഗ്ലീഷുകാരെ നമ്മുടെ നാട്ടിൽ 1757 പ്ലാസി യുദ്ധത്തിൽ ബഹുമാനപ്പെട്ട റോബർട്ട് ക്ലൈവ് എന്ന് പറയുന്ന ഭരണാധികാരി പടയാളി സിറാജുദ്ദൗളയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിൽ അധികാരത്തിന്റെ തുടക്കം കുറിച്ചിട്ടുണ്ട് 1757. പക്ഷെ നമ്മുടെ കുട്ടികൾ ഇന്നും സ്കൂളിൽ പഠിക്കുന്നത് ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരം എന്ന 857. 1857 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ഒന്നാമത്തേത്. ഒന്നാം സ്വാതന്ത്ര്യ സമരം ശിപ്പായി ലഹള. നിങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ചതും ഇപ്പോഴും സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെയാണ്. എന്നാ ബ്രിട്ടീഷുകാർ ഇവിടെ ആധിപത്യം തുടങ്ങിയത് 757. ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന 857. എത്ര കൊല്ലത്തെ വ്യത്യാസമുണ്ട്? 100 കൊല്ലം. അപ്പൊ 100 കൊല്ലം ഇവിടുത്തെ ജനങ്ങളൊന്നും ചെയ്തിട്ടില്ല ബ്രിട്ടീഷുകാർക്കെതിരെ. ആ 100 കൊല്ലത്തെ ചരിത്രമൊക്കെ ആരാ കുഴിച്ചു മൂടിയത്? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ആദ്യം വന്നപ്പോൾ അതിനെതിരെ ശബ്ദിച്ചത് ആലിമീങ്ങളാണ്. ഷാ വലിയുല്ലാഹി ദഹ്ലവി 1700കളിൽ തന്നെ ബ്രിട്ടീഷുകാരുടെ അപകടം മനസ്സിലാക്കിയിട്ട് ഇന്ത്യ ദാറുൽ ഹർബാണ് എന്ന് പറഞ്ഞു. ഷാ അബ്ദുൽ അസീസ് ദഹ്ലവി സമരത്തിന് പ്രേരണ നൽകി. മഹാനായ വെളിയങ്കോട്ട് ഉമർ ഖാദി തങ്ങള് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ ഗാന്ധിജി ജനിക്കുന്നതിന്റെ മുമ്പ്, രാഷ്ട്രപിതാവ് ജനിക്കുന്നതിന് മുമ്പ് പള്ളിന്റെ മെഹ്റാബിൽ വെച്ച് ജനങ്ങളോട് പറഞ്ഞു, ജനങ്ങളെ നിങ്ങൾ നികുതി കൊടുക്കാൻ പാടില്ല, നിങ്ങൾ നികുതി കൊടുക്കാൻ പാടില്ല, നികുതി നിങ്ങൾ കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ജനങ്ങളെ പ്രേരിപ്പിച്ചു. ജനങ്ങൾ നികുതി കൊടുത്തില്ല. നികുതി കൊടുക്കാതെ വന്നപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതും കോഴിക്കോട്ടെ ജയിലിൽ കൊണ്ടുവന്നതും ചരിത്രമാണ്. ഉമർ ഖാദി തങ്ങളെ അറസ്റ്റ് ചെയ്ത് കോഴിക്കോട്ടെ ജയിലിൽ കൊണ്ടുവന്ന ചരിത്രം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ആദ്യമായി ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാൻ രംഗത്ത് വന്നത് ഈ സമൂഹത്തിലെ ആലിമീങ്ങളാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾ നോക്കൂ, അസൈഫുൽ ബത്താർ എന്ന ഗ്രന്ഥം എഴുതിക്കൊണ്ട് ബഹുമാനപ്പെട്ട മമ്പുറത്ത് തങ്ങൾ ബ്രിട്ടീഷുകാരെ പുറത്താക്കണമെന്ന് പറഞ്ഞു. അസൈഫുൽ ബത്താർ എന്ന ഗ്രന്ഥത്തിന്റെ മുഴുവൻ പേര് അസൈഫുൽ ബത്താർ അലാ മൻ യുവാരിൽ കുഫാർ വയത്തഖിദുഹും മിൻ ദൂനില്ലാഹി വൽ മുഅ്മിനീന അൻസാർ. അതാണ് ആ ഗ്രന്ഥത്തിന്റെ പേര്. ആ ഗ്രന്ഥം എഴുതിക്കൊണ്ട് ജനസമൂഹത്തോട് പറഞ്ഞു, ബ്രിട്ടീഷുകാരോട് സഹകരിക്കാൻ പാടില്ല. അദ്ദേഹത്തിന്റെ മകൻ സയ്യിദ് ഫദ്ൽ പൂക്കോയ തങ്ങൾ ഒരു പുസ്തകം എഴുതി, ഉദ്ദത്തുൽ ഉമറാഇ വൽ ഹുക്കാം ലി ഇഹാനത്തിൽ ഖഫറത്തി വഅബദത്തിൽ അസ്നാം. ഈ പുസ്തകമൊന്നും ഇപ്പൊ പഠിപ്പിക്കുന്നില്ല, കേട്ടുകളി പോലുമില്ല. ആ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞത് ബ്രിട്ടീഷുകാരോട് ഒരു നിലക്കും സഹകരിക്കാൻ പാടില്ല എന്നാണ്. ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിന് തിരികൊളുത്തിയ പുസ്തകങ്ങളായിരുന്നത് രണ്ടും. അതുകൊണ്ടാണ് സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങളെ ബ്രിട്ടീഷുകാരെ നാട് കടത്തിയത്. സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങളെ ബ്രിട്ടീഷുകാരെ നാട് കടത്തേണ്ടത് എന്താ കാരണം? അയാൾ ഇവിടെ നിന്നാൽ ബ്രിട്ടീഷ് ഭരണത്തിന് ഒരിക്കലും ഇവിടെ അംഗീകാരം ഉണ്ടാകില്ല എന്ന് കരുതിക്കൊണ്ട്. അതിനുശേഷം ഈ ആത്മീയ നേതാക്കളുടെ, മഖ്ദൂമികളുടെയും മമ്പർത്ത തങ്ങന്മാരുടെയും ആ കാലഘട്ടത്തിലെ പ്രഗത്ഭനായ ഒരു പോരാളിയായിരുന്നു പാണക്കാട് സയ്യിദ് ഹുസൈൻ ആറ്റക്കോയ തങ്ങൾ. നിങ്ങൾക്കറിയില്ലേ പാണക്കാട് സയ്യിദ് ഹുസൈൻ ആറ്റക്കോയ തങ്ങൾ എന്ന് പറഞ്ഞാൽ? സത്യത്തിൽ ഈ പാണക്കാട് കുടുംബവുമായി മലപ്പുറത്തിനേക്കാൾ ഏറെ ബന്ധം നിങ്ങൾക്കാ. അങ്ങനെ പറയാൻ കാരണം ഇതൊക്കെ പണ്ട് കണ്ണൂരിന്റെ ഭാഗമല്ലേ, കാസർഗോഡ് പിന്നെ വന്നതാ. കണ്ണൂർ ജില്ലയ്ക്ക് ശേഷമല്ലേ ആ കണ്ണൂർ എന്ന് പറയുന്ന പ്രദേശത്ത് പാണക്കാട് കുടുംബത്തിലെ ആദ്യത്തെ തങ്ങൾ വരുന്നത് കോഴിക്കോട്ട് സയ്യിദ് ശിഹാബുദ്ദീൻ അലിയുൽ ഹദറമി വന്ന ഉടനെ വടപട്ടണത്തേക്ക് ആദരിച്ചു കൊണ്ടുവന്ന് ഈ ഭാഗത്തെ കാദിയാക്കി. ഈ പ്രദേശങ്ങൾ അടക്കമുള്ള മേഖലയിൽ അദ്ദേഹം കാദിയായിരുന്നു. അദ്ദേഹം ഇന്ന് മരിച്ചു കിടക്കുന്നത് വളപട്ടണത്തെ കക്കുളകര പള്ളിയിലാണ്. വളപട്ടണം കക്കുളകര പള്ളിയിൽ വിശ്രമിക്കുന്ന ബഹുമാനപ്പെട്ട ആ തങ്ങളാണ് പാണക്കാട് കുടുംബത്തിന്റെ തലവൻ.
അദ്ദേഹത്തിന്റെ മകൻ മുല്ലക്കോയത്തങ്ങൾ അറക്കല കുടുംബത്തിന് പെണ്ണ് കെട്ടി, അദ്ദേഹം കോഴിക്കോട്ട് വന്ന് താമസമാക്കി. അദ്ദേഹത്തിന്റെ ഒരു മകൻ ജനിച്ച മുഹ്ലാർ തങ്ങൾ, അദ്ദേഹം മലപ്പുറത്ത് കല്യാണം കഴിച്ച് മലപ്പുറത്ത് വന്ന് മലപ്പുറത്തെ ശുഹദാ പള്ളിയിൽ അദ്ദേഹം മരിച്ചു കിടക്കുന്നു. അദ്ദേഹത്തിന്റെ മകനാണ് ബഹുമാനപ്പെട്ട കോയത്തങ്ങൾ, സെയ്ദ് മുഹ്ലാർ തങ്ങളുടെ മകനാണ് ബഹുമാനപ്പെട്ട പ്രസിദ്ധവാനായ ഇന്ന് വെല്ലൂരിൽ വിശ്രമിക്കുന്ന സെയ്ദ് ഹുസൈൻ ആറ്റക്കോയത്തങ്ങൾ. ആ ഹുസൈൻ ആറ്റക്കോയത്തങ്ങളാണ് പാണക്കാട്ട് തങ്ങൾ ഉപ്പാപ്പ. ഹുസൈൻ ആറ്റക്കോയത്തങ്ങളെ മകന്റെ മകനാണ് പൂക്കോയത്തങ്ങൾ. ഹുസൈൻ ആറ്റക്കോയത്തങ്ങളെ മകൻ കോയത്തങ്ങൾ, കോയത്തങ്ങളെ മകൻ പൂക്കോയത്തങ്ങൾ, പൂക്കോയത്തങ്ങളെ മക്കളപ്പുള്ളത്. ഈ പൂക്കോയത്തങ്ങളെ ഉപ്പാന്റെ ഉപ്പ അതാണ് ബഹുമാനപ്പെട്ട ഹുസൈൻ ആറ്റക്കോയത്തങ്ങൾ. അദ്ദേഹം തൃക്കളൂർ സമരത്തിന് നേതൃത്വം കൊടുത്തു എന്ന് പറഞ്ഞ് ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതാണ് വെല്ലൂർക്ക്. അദ്ദേഹം തൃക്കളൂർ സമരം നടത്തിയത് മലപ്പുറത്ത് ആദ്യമായി ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടത്താൻ ജനങ്ങൾക്ക് പ്രേരണ കൊടുത്തു, ഉറുക്കുന്നൂലും കൊടുത്തു. അതിന്റെ പേരിൽ അവരോട് സമരം നടത്തി ആ സായുധ സമരത്തിന് പ്രേരണ കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് വെല്ലൂരിലേക്ക് കൊണ്ടുപോയി. അത് നീണ്ട ചരിത്രമാണ്, ഒരു ചരിത്രം പറയാൻ സമയമില്ല. ആ ബഹുമാനപ്പെട്ട തങ്ങൾമാരടക്കമുള്ള പാണക്കാട് കുടുംബം, മമ്പ്രം കുടുംബം, ഉമർഖായ തങ്ങളെ പണ്ഡിത കുടുംബം, മഹദൂമികൾ, ഇതൊക്കെയല്ലേ കേരളത്തിലെ വലിയ പണ്ഡിത കുടുംബം. ഇവര് മുഴുവൻ ആഹ്വാനം ചെയ്തപ്പോൾ ജനങ്ങൾ മുഴുവൻ ബ്രിട്ടനെതിരായി. അങ്ങനെയാണ് ലോകത്ത് മുസ്ലിം ഉമ്മത്ത് അതിശക്തമായി ബ്രിട്ടീഷ് വിരോധികളായത്. കൂട്ടത്തിൽ ലോക മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം തുർക്കി ഖിലാഫത്ത് മുസ്ലിം സമൂഹത്തിന്റെ ഒരു കേന്ദ്രമാണ്. ഹറമ് വരെ കൈകാര്യം ചെയ്തിരുന്ന തുർക്കികളാണ്. തുർക്കി കെട്ടിപ്പോ പൊളിച്ച് തുർക്കി കെട്ടുണ്ടല്ലോ. ഈ തുർക്കികളായിരുന്നു അന്ന് മുസ്ലിങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന ലോക മുസ്ലിം ഭരണാധികാരികൾ. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടൻ തുർക്കിക്കെതിരായി. അപ്പൊ മുസ്ലിങ്ങളൊക്കെ ബ്രിട്ടനെതിരായി. അങ്ങനെയാണ് തുർക്കിയുടെ ഖിലാഫത്ത് സംരക്ഷിക്കാൻ നമ്മുടെ നാട്ടിലൊക്കെ ഖിലാഫത്ത് കമ്മിറ്റികൾ ഉണ്ടായത്. അല്ല, നമ്മുടെ നാട്ടിലെ ഖലീഫ ഉണ്ടായതുകൊണ്ടല്ല. തുർക്കി ഖിലാഫത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നാട്ടിലൊക്കെ ഖിലാഫത്ത് കമ്മിറ്റി ഉണ്ടാക്കി. ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ ഇന്ത്യയുടെ ദേശീയ സമരവുമായി ഗാന്ധിജി ബന്ധിപ്പിച്ചു. അങ്ങനെയാണ് മലബാറിൽ അതിശക്തമായ സ്വാതന്ത്ര്യ സമരം ഉണ്ടായത്. പക്ഷെ ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ ഒരു സത്യം നമ്മൾ പഠിക്കണം. ഒരിക്കലും അതിനൊരു വർഗീയത ഉണ്ടായിരുന്നില്ല. ഹിന്ദുക്കളും മുസ്ലിങ്ങളും കൈകോർത്ത് പിടിച്ചുകൊണ്ട് നടത്തിയ സമരം. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒന്നിച്ചാണ് സമരം നടത്തിയത്. മുതൽപുരടുത്ത് നാരായണ മേനോനും കട്ടിലശ്ശേരി മൗലവിയും ചെമ്പ്രശ്ശേരി കുഞ്ഞിക്കോയത്തങ്ങളും മൂന്നാളും ഒരുമിച്ചാ സമരം ചെയ്തത്. അവിടെ ഒരു ജാതീയതയോ വർഗീയതയോ ഉണ്ടായിരുന്നില്ല. ജാതി മത ഭേദമന്യേ മുഴുവൻ ആളുകളും ഒന്നിച്ചെന്നു. ഇപ്പൊ മമ്പുറത്ത് തങ്ങൾ അദ്ദേഹത്തിന്റെ കാര്യസ്ഥൻ കോന്തുനായരായിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ നോക്ക്, ചരിത്രത്തിൽ ഒരുപാട് മുസ്ലിം അമുസ്ലിം ബന്ധങ്ങൾ കാണാൻ കഴിയും. ആ ബന്ധങ്ങൾ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയുടെ ചരിത്ര പ്രസിദ്ധമായ പ്രസംഗം പഠിക്കണം നിങ്ങൾ. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജി എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരനാണ്. അദ്ദേഹം ഒരു നാടന, അരപ്പെട്ട കെട്ടി അരയിൽ കത്തി തിരികെ ബനിയനിട്ട് കൊണ്ട് കള്ളിത്തുണി നടത്താറുന്ന മനുഷ്യൻ. ആ മഹാനായ മനുഷ്യൻ ബ്രിട്ടീഷ് വിരോധിയായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ ധീരോദാത്തമായ സമരം അദ്ദേഹം നടത്തുമ്പോൾ ആ സമരത്തിന്റെ മുൻപന്തിയിൽ അദ്ദേഹത്തിന് പ്രേരണ കൊടുത്തത് ഈ രാജ്യത്തെ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ഒന്നിച്ച. മലപ്പുറത്ത് മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഭൂപണയ ബാങ്ക് കൊള്ള ചെയ്യാൻ വേണ്ടി കുറച്ച് ആൾക്കാർ വന്നു. ഈ ഭൂപണയ ബാങ്ക് നടത്തിയിരുന്ന ഒരു നമ്പൂതിരിയാ. ആ നമ്പൂതിരി ബാങ്ക് കൊള്ള ചെയ്യാൻ വന്നപ്പോ വാര്യംകുന്നതിനാ തടുത്തത്. അവിടെ പണയം വെച്ചിരിക്കുന്ന സ്വത്ത് പാവപ്പെട്ടവന്റെതാ, അത് കൊള്ളയടിക്കാൻ പാടില്ല, നിങ്ങളത് കൊള്ളയടിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കയറിയിട്ട് അദ്ദേഹം ചെയ്തൊരു പ്രസംഗമുണ്ട്. സാർ മില്ലറിന്റെ പുസ്തകത്തിലുണ്ട്. അതിൽ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജി ചെയ്തൊരു പ്രസംഗം എന്താണെന്നറിയോ? ആ പ്രസംഗത്തിൽ അദ്ദേഹം ചെയ്തത്, നിങ്ങൾക്ക് സമരവീര്യമുണ്ടെങ്കിൽ എന്റെ കൂടെ വാ എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ മുഴുവൻ അദ്ദേഹം ആനക്കയം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നയിച്ചു. അവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ചേക്കുട്ടി, അയാൾ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും ഒക്കെ ബ്രിട്ടീഷുകാർക്ക് ഒറ്റി കൊടുക്കുന്ന ആളായിരുന്നു. ആ ചേക്കുട്ടി പോലീസിന്റെ വീട്ടിൽ കയറി ചെന്നിട്ട് ചേക്കുട്ടിയുടെ തലണ്ട് അറുത്തു. എന്നിട്ടൊരു കുന്തത്തിൽ പിടിച്ച് നാട്ടിയിട്ട് കൊണ്ടുവന്നിട്ട് നടുറോട്ടിൽ നിർത്തിയിട്ട് മഞ്ചേരി ടൗണിൽ വാര്യംകുന്നൻ തന്റെ പോത്തുവണ്ടിമ കയറി ചെയ്തൊരു പ്രസംഗന്റെ ചരിത്രത്തിൽ. അന്ന് വാര്യംകുന്നൻ പറഞ്ഞ വാചകം എന്താണെന്നറിയോ? നമ്മുടെ സമരം ബ്രിട്ടനെതിരെയാണ്, അതൊരു മുസ്ലിമിനോ അല്ലെങ്കിൽ ഹിന്ദുവിനോ എതിരെയല്ല. ഒരിക്കലും നിങ്ങൾ ഇതിനെ വർഗീയമാക്കരുത്. എന്നിട്ട് അദ്ദേഹം മുസ്ലിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഹിന്ദു മുസ്ലിം വൈരം ഇവിടെ ജനിപ്പിക്കരുത്. ഒരിക്കലും നിങ്ങൾ ഹിന്ദു മുസ്ലിം വൈരം ജനിപ്പിച്ചാൽ അദ്ദേഹം പറഞ്ഞ വാചകം, ദാറ്റ് വിൽ ബി കോസ് ഫോർ അവർ ഡിഫീറ്റ്, നമ്മുടെ പരാജയത്തിന് അത് കാരണമാകും. എന്നിട്ട് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു, ബ്രിട്ടീഷുകാരെ സഹായിക്കുന്നവർ, വി വിൽ പണിഷ് ദോസ് ഹൂ വിൽ സപ്പോർട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ്. ബ്രിട്ടീഷ് ഗവൺമെന്റ് ആര് സഹായിച്ചാലും അവരെ നമ്മൾ ശിക്ഷിക്കും, അത് മുസ്ലിമോ നോട്ടല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചെയ്തൊരു പ്രസംഗമുണ്ട്. നമ്മൾ ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാജ്യമാക്കാനല്ല, മറിച്ച് ഇന്ത്യയെ ബ്രിട്ടന്റെ കയ്യിൽ നിന്ന് സ്വതന്ത്രമാക്കാനാണ് പൊരുതുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചെയ്ത ആ പ്രസംഗം ചരിത്രത്തിൽ പ്രധാനമാണ്. പക്ഷെ ആ ഇന്ത്യയിൽ ഇന്ന് നമ്മളെവിടെയാ? ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന ചില ആളുകൾ മുസ്ലിം സമൂഹത്തെ ഏത് രീതിയിലാണ് കാണുന്നത്? നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായി നല്ല സൗഹൃദത്തിലാണ്. അങ്ങനെ തന്നെ ജീവിക്കേണ്ടത്. ഹിന്ദു ആയാലും മുസ്ലിം ആയാലും എല്ലാവരും ഒന്നിച്ച് ജീവിക്കണം. നമ്മൾ ഒന്നിച്ച് സൗഹൃദം പങ്കിടണം. ഒരു മനുഷ്യരോട് വെറുപ്പുണ്ടാക്കുന്ന ഒരു പണി ചെയ്യാൻ പാടില്ല. നമ്മുടെ അയൽവാസി ഹിന്ദു ആണെങ്കിൽ പോലും അവരോട് നീതി പുലർത്തണം. അവൻ പട്ടിണി കിടക്കുകയാണെങ്കിൽ ഒരു ഭക്ഷണം കൊടുക്കണം എന്ന് പഠിപ്പിച്ച മതമാണ് നമ്മുടെ മതം. പക്ഷേ ഇന്നിപ്പോ നമ്മുടെ നാട്ടിൽ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ തല്ലിക്കുന്ന ഏർപ്പാട് നമ്മൾ കാണുന്നത്. മതേതരത്വത്തെ നശിപ്പിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ മുസ്ലിങ്ങളെ നാട് കടത്തണം എന്ന് പ്രസംഗിക്കുന്ന ആളുകളുണ്ട്. മുസ്ലിം സമൂഹത്തിന്റെ അവകാശങ്ങളൊക്കെ നിഷേധിക്കുന്നവരുണ്ട്. ഈ നാടിന് എന്തിനു വേണ്ടി നമ്മൾ സ്വതന്ത്രമാക്കിയോ അതിനെതിരുള്ള പ്രവർത്തനമാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം നിങ്ങൾ കേട്ടില്ലേ? ഒരു കുട്ടിക്ക് ശിരോവസ്ത്രം അടിച്ചു വെച്ചിട്ട് വേണം പരീക്ഷ എഴുതാനെന്ന് കോടതി പറയാം. കോടതി പറഞ്ഞ വാചകം എന്താ?
ഈ ശിരോവസ്ത്രം അണിഞ്ഞുകൊണ്ട് തന്നെ വേണോ പരീക്ഷ എഴുതാൻ? അപ്പൊ കോടതിയിൽ അഭിഭാഷകൻ പറഞ്ഞു, ശിരോവസ്ത്രം വിശ്വാസത്തിന്റെ ഭാഗമാണ്. എന്താ കോടതി പറഞ്ഞത്? ഒരു കുറച്ചു സമയം പരീക്ഷ എഴുതിയാൽ ആ സമയത്ത് ശിരോവസ്ത്രം തലയിലും ഉണ്ടെന്ന് മാറ്റിവെച്ചാൽ എന്താ വല്ല പ്രശ്നം ഉണ്ടാവോ വിശ്വാസത്തിന് എന്നാ ചോദിച്ചത്. ഒന്ന് വ്യഭിചരിച്ചാൽ എന്താ പ്രശ്നം ചോദിക്കുന്ന പോലെ ഉള്ളത്? ഒരു കുപ്പി കള്ള് കുടിച്ചാൽ എന്താ പ്രശ്നം ചോദിക്കുന്ന പോലെ ഉള്ളത്? ഒരിക്കലും ഒരു കോടതിയെ ചോദിക്കാൻ പാടുണ്ടോ? നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ന് ഉത്തരവാദപ്പെട്ട ചില കേന്ദ്രമന്ത്രിമാര് പോലും പ്രസംഗിക്കുന്ന എന്താ? ഈ നിയമങ്ങളൊക്കെ അംഗീകരിക്കാൻ കഴിയുമെങ്കിൽ ഇന്ത്യയിൽ നിന്നാ മതി, ഇല്ലെങ്കിൽ പുറത്തു പോകണം എന്ന്. ആ രീതിയിൽ പ്രസംഗിക്കാൻ ഇന്ത്യയിൽ ആർക്കാ അവകാശമുള്ളത്? ഇന്ത്യ ഹിന്ദുവിന്റേതല്ല, മുസ്ലിമിന്റേതുമല്ല. ഇന്ത്യ ഇന്ത്യക്കാരൻ്റെതാണ്. ആ ഇന്ത്യയുടെ മോചനത്തിന് വേണ്ടി സമരം ചെയ്ത് മരിച്ചവരാ നമ്മുടെ പൂർവികന്മാർ. മലബാറിന്റെ മണ്ണിൽ ജാലിയൻ വാലാബാഗിൽ മരിച്ചതിനേക്കാൾ ആളുകൾ ജീവൻ കൊടുത്ത് ത്യാഗോജ്വലമായ പ്രവർത്തനത്തിലൂടെ സമരം ചെയ്ത് വാങ്ങിയതാ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം. ഈ മുസ്ലിം സമൂഹത്തിന്റെ ജീവരക്തം കൊണ്ട് നമ്മൾ സ്വാതന്ത്ര്യം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അനുഭവിക്കാനുള്ള അവസ്ഥ നമുക്കുണ്ട്. ഒരിക്കലും വർഗീയതയ്ക്ക് നമ്മുടെ ഇന്ത്യയെ വിട്ടുകൊടുക്കാൻ പാടില്ല. നമ്മൾ ഒരുമിച്ച് നിൽക്കണം. വർഗീയതയ്ക്കെതിരെ ദൃഢപ്രതിജ്ഞയെടുത്തുകൊണ്ട് മുസ്ലിം സമൂഹം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഇസ്ലാം എന്തെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ജനങ്ങൾക്ക് പലർക്കും ഇസ്ലാമിന് അറിയാത്തതുകൊണ്ടാണ്, മുസ്ലിങ്ങൾ അറിയാത്തതുകൊണ്ടാണ്. ആ ഒരു ദൗത്യം നമ്മൾ നിർവഹിക്കണം. അതാണ് ഈ വിഷയകമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സ്വാതന്ത്ര്യത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട് ഞാൻ തിരിച്ചു വരുന്നു. നമുക്കൊരു കാര്യം കൂടിയുണ്ട്. ഇവിടെ ഹജ്ജിന് പോകുന്ന കുറെ ആളുകളുണ്ട്. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ നമുക്ക് നിർബന്ധമാക്കിയ ഇസ്ലാം കാര്യങ്ങളിൽപ്പെട്ട നോമ്പ് പോലെ, നിസ്കാരം പോലെ, സക്കാത്ത് പോലെ പ്രധാനപ്പെട്ട ഒന്നാണ് ഹജ്ജ്. ഈ ഹജ്ജ് എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിൽ ഒരിക്കൽ ഒരു ഹജ്ജും ഉംറയും ചെയ്യൽ നിർബന്ധമാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ നല്ലൊരു ശതമാനം ആളുകൾക്ക് അതിന് കഴിയും. അതുകൊണ്ട് ഇപ്പൊ ഞാൻ മഹല്ലായതുകൊണ്ട് പറയുകയാണ്, നമുക്കൊക്കെ ഒരു ധാരണ ഉണ്ട്, വലിയ ഒരു സാമ്പത്തിക ശേഷിയുള്ളവർ മാത്രം ഹജ്ജിന് പോയാൽ മതി. തെറ്റാണത്. ഹജ്ജിന് പോകാൻ നമുക്ക് താമസിക്കാൻ ഒരു വീടും ആ വീട്ടിൽ നമ്മൾ പോയി വരുന്നത് വരെ ചെലവിന് കൊടുക്കാൻ നിർബന്ധമുള്ള ആളുകൾക്ക് ചെലവിനുള്ള വകയും, കടം വല്ലതുണ്ടെങ്കിൽ വീട്ടാനുള്ള മാർഗവും, അതുപോലെ തന്നെ നമ്മുടെ തൊഴിലുപകരണങ്ങളും മറ്റുമൊക്കെ നമുക്ക് ശരിക്കുണ്ട്. ഇപ്പൊ ഒരു കാള പൂട്ടുന്ന ആള് കാള വിറ്റ് പോകേണ്ട ആവശ്യമില്ല. കന്ന് പൂട്ടുന്ന ആളെ കാള വിൽക്കണ്ട. ഒരു കാറ്, ടാക്സി കാർ ഓട്ടിയിട്ടാണ് അവന്റെ ഉപജീവനെങ്കിൽ അതിൽ വിൽക്കണ്ട. മറ്റ് ഭൂമിയുടെ ആസ്തിയോ മറ്റോ എന്തുണ്ടെങ്കിലും നമ്മൾ ശേഷിച്ച് ഹജ്ജിന് പോയി വരാനുള്ള പൈസ കയ്യിലുണ്ടോ? ഒന്നുകൂടി ശ്രദ്ധിച്ചോ, എല്ലാരും പഠിക്കേണ്ടതാ. നമുക്ക് താമസിക്കാൻ ഒരു വീട്, നമ്മൾ ആ വീട്ടിൽ ചെലവിന് കൊടുക്കേണ്ട ഭാര്യ, മക്കൾ, ഉമ്മ, ഉപ്പ, അവർക്ക് ചെലവിന് കൊടുക്കാൻ പോയി വരുന്നത് വരെയുള്ള വക, കാലാകാലമല്ല. അതുപോലെ തന്നെ കടമുണ്ടെങ്കിൽ അത് വീട്ടാനുള്ള മാർഗം, ഇതൊക്കെ കഴിച്ച് ബാക്കി പോയി വരാനുള്ള പൈസ ഉണ്ടോ? എന്നാൽ ഹജ്ജ് നിർബന്ധമാണ്. ഒരു നിലക്കും ഹജ്ജിൽ നിന്നും ഉംറയിൽ നിന്നും ഒഴിവാവില്ല. ഇത് കഴിച്ചൊരു 3-3.5 ലക്ഷം കയ്യിലില്ലാത്ത മനുഷ്യന്മാരാരായിരുന്നു? നമ്മളത് സൂക്ഷിച്ചു വെക്കുന്നത് മകളെ കെട്ടിക്കാൻ ഇസ്ലാമിന് ചെലവിന്റെ ആവശ്യമില്ല. ഒരു മകളെ കെട്ടിക്കാനുണ്ട് എന്ന് കരുതി ഹജ്ജിന് പോകാതിരിക്കാൻ പറ്റൂല. ഇസ്ലാമിക ഹുക്മ പ്രകാരം മകളെ കെട്ടിക്കുമ്പോൾ സ്ത്രീധനം കൊടുത്തോളന്നില്ല. അത് നമ്മുടെ നാട്ടുകാരുണ്ടാക്കിയ ഏർപ്പാടാ. നിങ്ങൾ കൊടുക്കാതിരിക്കുക എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ ഹജ്ജിന് പോകൽ അതിന് തടസ്സമല്ല. ഹജ്ജിന് പോകാൻ നല്ല സൗകര്യം പടച്ചറപ്പ്, ആരോഗ്യവും പണവും, ഇത് രണ്ടുമാണ് വേണ്ടത്. പിന്നെ യാത്രാ സൗകര്യവും. ആ ഒരു വിഷയത്തിൽ മാത്രമേ ഇന്ന് പ്രശ്നമുള്ളൂ. ചിലപ്പോൾ കിട്ടൂല, ഗവൺമെന്റിൽ കൊടുത്താൽ. പ്രൈവറ്റിൽ ചിലപ്പോൾ സീറ്റ് കിട്ടൂല, അപ്പൊ നമുക്ക് ഇളവുണ്ട്. അതല്ല, സൗകര്യമുണ്ട്, പോകാനെങ്കിൽ പോയേ പറ്റൂ. മൻ മലക സാദൻ വറാഹിലതൻ യുബല്ലിഹു ഇലാ ബൈത്തില്ലാഹിൽ ഹറാം. അള്ളാഹുവിന്റെ പരിശുദ്ധ കഅബത്തിലേക്ക് എത്താൻ ഒരാൾക്ക് പടച്ചറപ്പ് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് അവന് യാത്രാ സൗകര്യമുണ്ടായി, അവന് എല്ലാ സംവിധാനങ്ങളും, ആരോഗ്യവും പണവും അടക്കം പടച്ചറപ്പ് കൊടുത്തു. ഫലം യഹുജ്ജ, അവൻ ഹജ്ജ് ചെയ്തില്ല എങ്കിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ പറയുന്നു, ഫലാ അലൈഹി അയ്യമൂത യഹൂദിയൻ വലാ നസ്റാനിയ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഓ യഹൂദിയോ നസ്രാനിയായി മരിക്കാൻ താമസമില്ല എന്ന് പറഞ്ഞാൽ എന്താ? തടസ്സമില്ലെന്ന് പറഞ്ഞാൽ ഈമാൻ തെറ്റി മരിക്കാൻ സാധ്യതയുണ്ട് എന്നാ. മരിക്കുമ്പോ ഈമാൻ കിട്ടൂല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്തിൽ പറഞ്ഞ കാര്യം. 3 വാക്ക് ആ ആയത്തിനെ കുറിച്ച് ഞാൻ വ്യാഖ്യാനിച്ചു തരാം. അള്ളാഹു പരിശുദ്ധ ഖുർആൻ, ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറകം വഹുദൽ ലിൽ ആലമീൻ ഫീഹി ആയാതും ബയ്യിനാതും മഖാമു ഇബ്രാഹീം വമൻ ദഖലഹു കാന ആമിനാ വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീലാ വമൻ കഫറ ഫഇന്നല്ലാഹു ഗനിയ്യുൻ അനിൽ ആലമീൻ. ഇതിൽ ഒന്നാമത് പറയാനുള്ളത് ഇവിടെ വമൻ കഫറ, ഒരാൾ നിഷേധിച്ചാൽ ഫഇന്നല്ലാഹു ഗനിയ്യുൻ അനിൽ ആലമീൻ. എന്താ കഫറ എന്ന് പറയാൻ കാരണം? വമൻ കഫറ, ഒരാൾ നിഷേധിച്ചാൽ. എന്താണ് പറഞ്ഞ വാക്ക്? ശരിക്കും ശ്രദ്ധിച്ചു നോക്കൂ. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു, വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീലാ. ജനങ്ങളുടെ മേൽ കഴിവുള്ളവൻ ഹജ്ജ് ചെയ്യണം എന്നൊരു നിർബന്ധം പടച്ചറബിനുണ്ട്. ഈ കൂട്ടത്തിൽ ഹജ്ജ് ചെയ്യാത്ത ആളുകൾക്കൊക്കെ ഹജ്ജ് ചെയ്യാൻ റബ്ബ് തൗഫീക്ക് നൽകുമാറാവട്ടെ. നല്ലോണം ആത്മാർത്ഥമായി ദ്വാരന്നോളി, കഴിവൊക്കെ പടച്ചോനാണ് തരും. ഇവിടെ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു കഴിവുള്ളവർ ഹജ്ജ് ചെയ്യണം. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു വമൻ കഫറ, ഒരാൾ നിഷേധിച്ചാൽ. വമൻ ലം യഹുജ്ജ എന്നല്ലേ പറയേണ്ടത്? വമൻ ലം യഹുജ്ജ എന്നല്ലേ പറയേണ്ടത്? പക്ഷെ വമൻ കഫറ എന്താ പറയാൻ കാരണം? വമൻ കഫറ എന്ന് പറയാൻ കാരണം
അവിടെ ഒരാൾക്ക് എല്ലാ കഴിവും ഉണ്ടായിട്ട് ഹജ്ജ് ചെയ്യാതിരുന്നാൽ അവൻ കുഫറിന് ഫഖദ് ഖാറബൽ കുഫർ എന്ന ഹദീസിലൊക്കെ പറഞ്ഞത്, അവൻ കുഫറിനോട് അടുത്ത് പോയി മതത്തിൽ നിന്ന് പുറത്തു പോകാൻ സാധ്യതയുണ്ട്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. രണ്ടാമത്തെ ഒരു കാര്യം, അതിൽ 2 വാക്ക് വ്യാഖ്യാനിക്കാനുള്ളത്. ഒന്ന്, ലല്ലദീബി ബക്കത്ത, പരിശുദ്ധ മക്കയിലെ ബക്ക എന്നൊരു പ്രയോഗം. എന്താ ബക്ക എന്ന് പ്രയോഗിക്കാൻ കാരണം? ഹജ്ജിന് പോകുന്ന ആളുകൾ ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഹജ്ജിന് ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ആണും പെണ്ണും ശ്രദ്ധിച്ചോളൂ. ഭാവിയിൽ പോകുന്നവരും ഹജ്ജിന് വേണ്ടി നമ്മൾ പുറപ്പെടുമ്പോൾ നമ്മൾ കരുതേണ്ടെന്ന് അറിയും, ഒരു തവാളുവിന്റെ മനസ്സ് വേണം. ബക്ക എന്ന പദം അവിടെ പ്രയോഗിക്കാൻ തഫ്സീറിൽ പറയുന്നുണ്ട്. മക്ക എന്ന വാക്കും ബക്ക എന്ന വാക്കും അർത്ഥത്തിൽ ഒന്നാണ്, പക്ഷെ ബക്കക്ക് വേറൊരു അർത്ഥമുണ്ട്. ഒരു തഫ്സീർ പ്രകാരം കഅബ നിൽക്കുന്ന സ്ഥലം ബക്കയും ബാക്കിയൊക്കെ മക്കയുമാണ്. അതേസമയത്ത് മറ്റൊരു തഫ്സീർ പ്രകാരം ബക്ക എന്ന വാക്കിന് ഒരു അർത്ഥം ഉണ്ടാകുന്ന അല്ലത്തി തബുക്കു അനാക്കൽ ജബാബിറത്തി, അഹങ്കാരിയുടെ പെരടി താഴ്ത്തുന്ന സ്ഥലം എന്നാണ്. ഞാൻ വലിയ ആളാണെന്ന് വിചാരിച്ച് അഹങ്കരിച്ച് അങ്ങോട്ട് ചെന്നാണ്ടല്ലോ പടച്ചറപ്പ് ചവിട്ടി താഴ്ത്തും. വലിയ അഹങ്കാരികളായ ആളുകൾ പലപ്പോഴും ഹജ്ജിന് പോരാറുണ്ട്. ഞാൻ വലിയ ആളാണ്, വലിയ പണക്കാരനതൊക്കെ അവരായിരിക്കും അറഫന്റെ ദിനത്തിൽ പനിച്ചെടുക്കുക. കാരണം എന്താ, പടച്ച ഒന്ന് ഒതുക്കുവനെ. അപ്പൊ അഹങ്കാരം വെച്ച് അങ്ങോട്ട് പോകണ്ട. 3 കഷ്ണം തുണിയിൽ കെട്ടിപ്പോഞ്ഞിട്ട് നമ്മൾ ഇറക്കൂല കബർക്ക്. അങ്ങനത്തെ 2 കഷ്ണം തുണിയും കൊണ്ടാ പോണത്. ആണും പെണ്ണും എല്ലാവരും കബറിലേക്ക് പോകുന്ന ഒരു വേഷവും ചിന്തയും. അവിടെ പണക്കാരനും പണിക്കാരനും ഒക്കെ ഒരേ വേഷമാണ്. വേഷം കണ്ടാൽ അത് രാജാവാ പ്രജയെന്നറിയില്ല. കബർക്കൊരു മനുഷ്യനെ ഇറക്കുമ്പോ രാജാവ് പ്രജയെന്നറിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥാവിശേഷത്തിൽ എല്ലാവരും ഒരുമിച്ച് ചെയ്യുന്ന ഒരു അമലാണ്. ആ അമലിന് നിങ്ങൾ പോകുമ്പോ ആദ്യം നിങ്ങളെ മനസ്സിൽ വേണ്ടത് തവാദുവാണ്. ഭാവിയിൽ ഹജ്ജ് ചെയ്യുന്നവർ മനസ്സിലായിക്കോ, തവാദുവിന്റെ മനസ്സുമായിട്ട് ഹജ്ജ് ചെയ്യാൻ പോയാൽ മതി. രണ്ടാമത് പറഞ്ഞു വമൻ ദഖലഹു കാന അമിന. വമൻ ദഖലഹു, പരിശുദ്ധ കഅബത്തിന്റെ സമീപത്തേക്ക് അഥവാ ഹറമിലേക്ക് ഒരാൾ കടന്നാൽ ഫഹുവ അമിന, അവൻ എല്ലാം കൊണ്ടും സുരക്ഷിതനായി. ഈ വാക്കിന്റെ നേരർത്ഥം അവൻ സുരക്ഷിതൻ എന്ന് പറഞ്ഞാൽ അവിടെ അക്രമം കാണിക്കാൻ പാടില്ല, കൊല്ലാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല. പക്ഷെ യഥാർത്ഥ അർത്ഥം അതല്ല. തഫ്സീറിലുണ്ട്, ഒരാള് ഈ പരിശുദ്ധ ഹറമിലേക്ക് കടക്കുമ്പോ അവൻ എങ്ങനെ കടക്കണം, അവന്റെ ഉദ്ദേശവും അതുപോലെ തന്നെ അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളും ശരിക്ക് കിതാബിൽ പറഞ്ഞ പോലെ തഫ്സീറിൽ പറയുന്നു വമൻ ദഖലഹു കാന ആമിന. അവിടെ വിശദീകരിച്ചു വമൻ ദഖലഹു മുരീദൻ ലിന്നുസുകി, ഒരാള് പരിശുദ്ധ ഹറമിലേക്ക് മുരീദുൻ നുസുക്കായിട്ട് ഹജ്ജോ ഉംറയോ ഉദ്ദേശം മാത്രം ചെന്നു. 3 നിബന്ധനകൾ. ഒന്നാമത്തെ നിബന്ധന മുഅല്ലിമൻ ലിഹുർമതിഹി, ആ നിൽക്കുന്ന സ്ഥലത്തിന്റെ മഹത്വം മനസ്സിലാക്കി. പടച്ചോനെ, ഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അഫ്ദൽ ബിഖാഇൽ അർള്, ഭൂമിയിലെ ഏറ്റവും പ്രസിദ്ധമായ സ്ഥലത്താപ്പ ഞാൻ നിൽക്കുന്നത്. ഇതുപോലത്തെ ഒരു സ്ഥലം ഭൂമിയില്ല. റബ്ബേ ഹജ്ജിന്റെ അവിടെ എത്തിച്ചല്ലോ. അതിന്റെ ഒരു പച്ച മലയാളത്തിലെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അതിന്റെ വണ്ണ വലിപ്പം ഉൾക്കൊള്ളുക എന്ന് പറയും. ഈ സംഗതി ഞാൻ ഇപ്പൊ ഇവിടെ നിൽക്കണമെന്നോ ചിന്തിക്കുക. 2 ആരിഫൽ ലിഹഖിഹി, ഈ കഅബത്തിന് ചില ഹക്കുണ്ട്. എന്താ, അവിടെ ചെന്നാൽ നമ്മൾ ചെയ്യേണ്ട ചില ഹക്കുണ്ട്. ആ ഹക്ക് എന്താ? ഒന്ന് തന്നെ അവിടെ തവാഫ് ചെയ്യണം. പരിശുദ്ധ കഅബ ഹറമിലാണ്, ഹറമിന്റെ അദബ് പാലിക്കണം. അവിടെ ചെടികൾ പൊട്ടിക്കാനോ ജീവികളെ കൊല്ലാനോ ഒന്നും പാടില്ല. അതൊക്കെ കൃത്യമായി പാലിക്കണം. മൂന്നാമത്തതോ മുതഖർരിബൻ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് അടുത്തവനായിട്ട് പടച്ചറബിലേക്ക് അടുക്കുക എന്ന ഉദ്ദേശത്തോടെ അള്ളാഹുവിലേക്ക് അടുക്കുക, കഅബത്തിന്റെ മഹത്വം മനസ്സിലാക്കുക, കഅബത്തോട് ചെയ്തു തീർക്കേണ്ട അദബ് മനസ്സിലാക്കുക. ഇത് 3ഉം ചെയ്തുകൊണ്ടൊരാൾ കഅബത്തിന്റെ സമീപത്തെത്തിയാൽ കാന ആമിനൻ യൗമൽ ഖിയാമ, അവൻ പരലോകത്ത് 100% സുരക്ഷിതനായിരിക്കും, ഒരു കുറ്റവുമില്ലാതെ. ഒരുമിച്ച് കൂടി അവൻ സ്വർഗത്തിലേക്ക് പോകാമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു. അതാണ് കഅബത്തിന്റെ അടുത്ത് എന്നുള്ള ഗുണം. എന്താണ്? നിങ്ങൾ ഹജ്ജൊന്നും ചെയ്തില്ലെങ്കിൽ പോലും നല്ല മനസ്സുകൊണ്ട് അവിടെ ചെന്നാൽ രക്ഷപ്പെട്ടു. അതിനാദ്യം വേണ്ടതോ നല്ലൊരു മനസ്സാ. കൽബ് നന്നാവാഞ്ഞാൽ എല്ലാം പോയി. കൽബ് നന്നാവലാണ് ഏറ്റവും പ്രധാനം. കൽബ് പോയാൽ എല്ലാം പോയി. ഹൃദയത്തിന്റെ ഒരു സാന്നിധ്യം, ഹൃദയത്തിന്റെ അതിലാണ്. അതുകൊണ്ടാണ് എപ്പോഴും പറയണ്ടല്ലോ, ഈ ഹജ്ജ് ശരിയാവണമെങ്കിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് ക്ഷമയാണ്. ഇനി അതിന് മാത്രമല്ല, എല്ലാത്തിനും വേണ്ടത് ക്ഷമയാണ്. അഫ്ദലുൽ അഅ്മാൽ അത് തന്നെയാണ്. അമലിൽ വെച്ച് ഏറ്റവും നല്ലത്. ചൂടാവാതിരിക്കുക, ദേഷ്യം പിടിക്കാതെ പെട്ടെന്ന് നിർത്തിയാടാതിരിക്കുക. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ ക്ലാസ് എടുക്കുക. അതേമാതിരി പള്ളിയിൽ ഇങ്ങനെ ക്ലാസ് എടുക്കുക. ഹദീസിലുണ്ട് അന്ന റജുലൻ അത്തൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഖിബലി വജ്ഹിഹി, നബി തങ്ങൾ ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ ഒരാൾ മുമ്പ് കൂടെ കണ്ടു വന്നു. ഒരു സാധു മുമ്പ് കൂടെ വന്നിട്ട് ചോദിച്ചു, അയ്യുൽ അമലി അഫ്ദലു യാ റസൂലല്ലാഹ്, ഏറ്റവും നല്ല അമൽ ഏതാ ചോദിച്ചു. അപ്പൊ റസൂൽ ഒറ്റയ്ക്ക് പറഞ്ഞു ഹുസ്നുൽ ഖുൽഖ്, നല്ല സ്വഭാവം കാണിക്കലാണ്. ഓനത് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്താ, നല്ല സ്വഭാവം ഒരു അമലല്ലല്ലോ. എന്താ ഇപ്പൊ റസൂലിന്റെ തിരക്കിൽ പറഞ്ഞേക്കാരം, മറന്ന് പറഞ്ഞേക്കാരം, അങ്ങനെയൊക്കെ സംഭവിക്കാലോ. ഉസ്താദ് ഇപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവില്ല. ഉസ്താദ് ചോദിക്കുമ്പോ ഹുസ്നുൽ ഖുൽഖ് ഒരു അമലല്ലല്ലോ. ഓൻ ഏതാനും അത് കേട്ടിങ്ങനെ ഇരുന്നതിന്റെ ശേഷം എന്ത് ചെയ്തു, കുറച്ചു നേരം റസൂൽ അങ്ങനെ ക്ലാസ് തുറന്നപ്പോ സുമ്മ അതാഅനി യമീനിഹി, വലത്തെ ഭാഗത്തൂടെ ഇങ്ങനെ വന്നു. ആ ഹദീസിൽ തന്നെ ഉണ്ട്, ഓൻ വലത്തെ ഭാഗത്തൂടെ വന്നു. എന്നിട്ട് വിളിച്ചു ചോദിച്ചു, അയ്യുൽ അമലി അഫ്ദലു യാ റസൂലല്ലാഹ്. ഓൻ തന്നെയാണ് ആള് ചോദ്യം തന്നെ. റസൂൽ അങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവമാണ് ഏറ്റവും നല്ല അമല്. അപ്പോൾ ഓന് മനസ്സിലാവണില്ല അതെന്താ അമല.
അങ്ങനെ കുറച്ചേരം കഴിഞ്ഞപ്പോ പിന്നെ ഇതേ ആളിന്റെ തുമ്മ അതാൻ ഷിമാലിഹി ഇടത്തെ ഭാഗത്തൂടെ വരികയാണ്. ഓൻ തന്നെ വരുന്നത്. ഓൻ തന്നെ വന്നിട്ട് ചോദിക്കുക അയ്യുൽ അമലി അഫ്ദൽ യാ റസൂലല്ലാഹ്. നമ്മളോടാണ് ചോദിക്കുന്നത്. അപ്പൊ തന്നെ എമ്പാട് മറുപടി കിട്ടിയിട്ടുണ്ടാവും. പിന്നെ ഒരു ദുനിയാവൊന്നും ചോദിക്കൂല. അവിടെ റസൂലുള്ളാഹി ക്ഷമിച്ചു, വളരെ ക്ഷമിച്ചിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു ഹുസ്നുൽ ഖുൽഖ് സൽസ്വഭാവമാണ്. ഓൻ അപ്പോഴും ശരിയാവണില്ല. എന്താ ഇപ്പൊ ഓന് മനസ്സ് കൊള്ളണില്ല. തുമ്മ അതാ മിൻ ഖൽഫിഹി. ഓൻ പിന്നെ ബാക്ക് കൂടെ വരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോ ബാക്ക് കൂടെ ഇനി വരാണ്. ബാക്ക് കൂടെ വന്നിട്ട് ചോദിച്ചു അയ്യുൽ അമലി അഫ്ദൽ യാ റസൂലല്ലാഹ്. അപ്പൊ റസൂലുള്ളാഹി ഫൽതഫത ഇലൈഹി, ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ചോദിച്ചു മാ ലക ലാ തഫ്ഖ്, അനക്കെന്താണ് മനസ്സിലാവണില്ലേ? ഹുസ്നുൽ ഖുൽഖ് സൽസ്വഭാവം തന്നെയാണ് ഏറ്റവും വലിയ അമൽ, അതിലും വലിയൊരു അമലില്ല. വദാലിക, അത് മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതെന്താ? അല്ലാത്ത അളവ ഇനിസ്തത, കയ്യോങ്കി ദേഷ്യപ്പെടാതിരിക്കലാണ്. അതാണ് ഏറ്റവും നല്ല അമല്. അപ്പൊ ഒരു മനുഷ്യന്റെ അമലിൽ വെച്ച് ഏറ്റവും വലിയ അമല് സ്വഭാവം നന്നാല. അതുകൊണ്ടാണ് അല്ലാഹു റസൂൽ എപ്പോഴും അല്ലാഹുമ്മ ഹസ്സൻ ഖുലുഖി കമാ ഹസ്സൻത ഖൽഖി, പടച്ചോനെ എന്റെ ആകൃതി നന്നാക്കിയതുപോലെ പ്രകൃതി നന്നാക്കണേ എന്ന് പറയുന്നത്. നമ്മളൊക്കെ സ്വഭാവം നന്നായാൽ എത്ര നല്ലതാണ്. ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഒരാളെ സ്വഭാവം അളക്കലെങ്ങനെയാ? പള്ളിയിൽ ഇങ്ങനെ നല്ല കുപ്പായിട്ട് മാന്യനായി ചറിഞ്ഞിട്ട് നോക്കിയിട്ട് കാര്യമില്ല. പരേ ചെന്നിട്ട് ഭാര്യനോട് മക്കളോട് എങ്ങനെ പെരുമാറുന്നത് നോക്കണം. അവിടെ ചിലപ്പോൾ ഭാര്യനോട് കടിച്ചു കുറഞ്ഞിട്ട് മക്കളോട് ദേഷ്യം പിടിച്ചിട്ട് അങ്ങനെയൊക്കെയാണല്ലോ. അങ്ങനെയൊക്കെ മനുഷ്യന്റെ പേരും പൊതുവെ കണ്ടാലും അങ്ങനെയാണല്ലോ. ആ ഒരു സ്വഭാവമാണെങ്കിൽ അവന്റെ അമല് കബൂൽ ചെയ്യാൻ കുറച്ച് പ്രയാസ ഹജ്ജിന്. കാരണം എന്താ? ഓൻ ദേഷ്യം പിടിക്കും, ഓൻ എന്തെങ്കിലുമൊക്കെ ഗൗരവത്തിന് പറയും. ക്ഷമകെട്ട പ്രവർത്തനം ഹജ്ജിൽ പറഞ്ഞാൽ ഹജ്ജ് പോയി. ഹജ്ജ് നഷ്ടപ്പെടൽ എപ്പോഴാണെന്നറിയോ? ഏറ്റവും കൂടുതൽ ഹജ്ജിന് പ്രയാസമുള്ള ദിവസം എന്ന് പറഞ്ഞാൽ ദുൽഹജ്ജ് 9 10. ദുൽഹജ്ജ് 9 അറഫീക്കാണ് പോയി 10 ടെന്റുകൾ വരുമ്പോ 9 അറഫിൽ നിന്ന് രാത്രി മുസ്ദലിഫിൽ നിന്ന് 24 മണിക്കൂർ ഒരു മനുഷ്യൻ ത്യാഗം സഹിക്കണം. ഈ 24 മണിക്കൂറത്തെ ത്യാഗം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ശരിക്കും ഒരു ഭക്ഷണം കിട്ടൂല, നല്ല ഉറക്കം കിട്ടൂല, ബാത്റൂമിലൊന്നും വിചാരിച്ച പോലെ പോകാൻ കഴിയില്ല, വിശപ്പ് നല്ല ഉണ്ടാവും, ഉറക്കും നല്ല ഉണ്ടാവും. പിന്നെ ശരിക്കും വിസർജന സൗകര്യം നടക്കാഞ്ഞാൽ ഓന്റെ മുഖത്ത് പിന്നെ ദേഷ്യം ഉണ്ടാവും എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. തീപ്പെട്ടി ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ കത്തു വരക്കണ്ട, അയ്യായി ദേഷ്യം ഉണ്ടാവും. അത്ര ദേഷ്യം പിടിച്ചിരിക്കാൻ. ആ സമയത്ത് എന്തെങ്കിലും ചോദിച്ചാൽ എന്തെങ്കിലും ചെയ്തു. എനിക്കറിയാം, ഇങ്ങനെ അറഫയിലൊക്കെ പോയി മുദ്ദലിഫിൽ വന്ന് ക്ഷീണിച്ച് ടെന്റിൽ എനിക്ക് കല്ലെറിയാൻ വേണ്ടിയിട്ടൊക്കെ റെഡിയാക്കുമ്പോ എങ്ങനെ ഉണ്ടായിരുന്നു അറഫാന്ന് ചോദിച്ചാൽ അപ്പൊ പറയുന്നതോ അതൊന്നും പറയണ്ട മോൻ, എന്റെ ദുനിയാവിൽ ഞാൻ ഇത്ര ഇടങ്ങറായില്ല, ഈ ജാതി ഹലാക്കുണ്ടെങ്കിൽ ഞാൻ ഈ പണിക്ക് വരൂലെന്നു. അങ്ങനെ പറഞ്ഞിട്ട് ആൾക്കാർ, അങ്ങനെ പറയുന്ന ആളുകൾ അതോടുകൂടി ഹജ്ജിന്റെ അമല് ബാത്തിലാക്കുക. അവിടെയൊക്കെ ക്ഷമ. എന്താ ചെയ്യേണ്ടത്? പഠിച്ചോനെ, ഞാൻ 70 കൊല്ലം ചെയ്ത തെറ്റ് ഈ ഒരൊറ്റ യാത്ര കൊണ്ട് അറഫിലെ ദ്വാ കൊണ്ട് ഈ പുറത്തല്ലോ, അൽഹംദുലില്ലാ, ഇത്രയല്ലേ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളൂ എന്ന ഒരു മനസ്സും ക്ഷമയും നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഹജ്ജ് സ്വീകരിക്കും. അതാണ് ഹജ്ജ് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ. ഹജ്ജിന് വേണ്ടി ഒരു മനുഷ്യൻ മനസ്സുകൊണ്ട് ഒരുങ്ങിയാൽ തന്നെ പടച്ചോനെ ഏറ്റെടുക്കണം. അതല്ല പ്രത്യേകത. ഒരാളെ ഹജ്ജിനോട് ഒരുങ്ങിയാൽ മതി. മൻ ഹജ്ജ അവ്ഇതമറ ഫഹുവ ളാമിനുൻ അലല്ലാഹ്. ഹജ്ജിനോ ഉംറക്കോ ഒരു മനുഷ്യൻ ഒരുങ്ങി പുറപ്പെട്ടാൽ ഫഹുവ ളാമിനുൻ അലല്ലാഹ്, അവന്റെ സുരക്ഷിതത്വം പടച്ചറബ് ഏറ്റെടുത്തു. ഓനെ പടച്ചോ ശരിക്കും ലമാൻ ഇൻഷൂറിലാക്കി. എല്ലാരും അന്നേ സംരക്ഷിക്കുന്ന. പക്ഷെ പിന്നെ പ്രത്യേകം വഇൻ മാത ബൈന ദാലിക, ഇതിന്റെ ഇടയിൽ വെച്ച് ആ മനുഷ്യൻ മരിച്ചു പോയാൽ അദ്ഖലഹുല്ലാഹുൽ ജന്ന, അവനെ പടച്ചറബ് സ്വർഗത്തിലേക്ക് കടത്തും. അവൻ എവിടെ വെച്ച് മരിച്ചു പോയാലും അവനെ പടച്ചറബ് സ്വർഗത്തിൽ കടത്തും. വൈൻ റദ്ദഹു ഇലാ അഹ്ലിഹി, അവന്റെ കുടുംബത്തിലേക്ക് അവൻ മടങ്ങി വന്നാൽ റദ്ദഹു ബിഅജ്രിൻ വഗനീമ, വമ്പിച്ച പ്രതിഫലം നേടിക്കൊണ്ടാണ് അവൻ തിരിച്ചു വരുന്നതെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വർഗം നേടിയിട്ട് അവന്റെ. കാരണം അറബ് പോയ സ്വർഗം നേടുന്ന ഉറപ്പല്ലേ? നിങ്ങൾ ഹജ്ജ് ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് സ്വർഗം കിട്ടുന്ന പണിയുണ്ട്. അവിടെ ഇബാദത്ത് ചെയ്താൽ പോരെ? എത്ര വലിയ ഇബാദത്ത്! ഹജ്ജും കൂടി ചെയ്താൽ പൂർണ്ണമായി. ഹറമിൽ നിങ്ങളൊരു സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ ഇന്ന ഹസനത്തൽ ഹറമി മുത്തലകം ബി അൽഫി മിയത്തിന്ന, ഹറമിലെ ഹസനത്തിന് മുത്തലക്കൻ അൽഫമിയത്ത, 1,00,000 മുത്തലക്കൻ. ഹറമിൽ എവിടെങ്കിലും ഹറമിന്റെ അതിർത്തി മൊത്തത്തിൽ ഹറമിന്റെ റൂമാണെങ്കിലും അസീസിയാണെങ്കിലും എവിടെയാണെങ്കിലും ഇന്ന ഹസനത്തൽ ഹറമി മുത്തലകം ബി അൽഫി മിയത്തിൻ. അതേ സമയത്തോ വഫീ മസ്ജിദ് ജമാഅത്തിൻ, പള്ളിയിലെ ജമാഅത്തിന് തസീദു അലാ ദാലിക, അതിനേക്കാൾ അറ കൂടിയിട്ടും. പള്ളിയിലെ ജമാഅത്തിന് കൂലി കൂടും, ഹറമിൽ മൊത്തം 1,00,000 കിട്ടും ചെയ്യും. പള്ളിയിൽ 1,00,000 അല്ല കിട്ടുക നിസ്കാരത്തിന്. ഒരു നിസ്കാരത്തിന് 10,000 കോടി പ്രതിഫലം കിട്ടുന്ന തൗഫീൽ ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത്. അപ്പൊ ഒരു നിസ്കാരം നിസ്കരിച്ചാൽ 10,000 കോടി നിസ്കാരത്തിന്റെ പ്രതിഫലം. ഒരു സുബ്ഹാനല്ലാഹ് ചെല്ലിയാൽ 1,00,000 സുബ്ഹാനല്ലാഹ് പ്രതിഫലം. ആ പ്രതിഫലം കിട്ടുന്ന പരിശുദ്ധ ഹറമിലേക്ക് ഒരു മനുഷ്യൻ എത്തുക എന്ന് പറഞ്ഞാൽ അതിലപ്പുറം പിന്നെ ഒരു മനുഷ്യന് പുണ്യപ്പെട്ട കാര്യം എന്താ? പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കൊണ്ടു, അള്ളാഹ് തൗഫീഖ് ചെയ്ത ആൾക്കാരെ അവിടെ എത്തുള്ളൂ. അല്ലാത്തവർക്ക് പണമുണ്ടായി ആരോഗ്യമുണ്ടായി എന്ന് കരുതി എത്തൂല. അതേ സമയത്തോ ആരോഗ്യമില്ലെങ്കിലും പണമില്ലെങ്കിലും അന്ന് തൗഫീഖ് ചെയ്താൽ എങ്ങനെയെങ്കിലും എത്തും. പക്ഷെ ആരോഗ്യവും പണവും ഉള്ളവന് നിർബന്ധമുള്ളൂ. ആരോഗ്യമുള്ള ഇല്ലെങ്കിലും പണമുള്ളവന് നിർബന്ധമുണ്ട്. നല്ല പൈസ ഉണ്ട്, ആരോഗ്യമില്ല, എന്നാ വിശ്വസ്തനായ ഹജ്ജ് പഠിച്ച ആ ഹജ്ജ് ഒരിക്കൽ ചെയ്ത ഒരാളെ ചുമതലപ്പെടുത്തി പൈസ കൊടുത്ത് അവനെ കൊണ്ട് ചെയ്യിക്കണം എന്നാണ്. അങ്ങനെ ചെയ്യിച്ചു കൊണ്ടുവന്ന പെണ്ണാകുമ്പോ പിന്നെ കൂടെ പോകാൻ മഹറമായ ഒരു പുരുഷനോ, നിർബന്ധ ഹജ്ജാണെങ്കിൽ അവൾക്ക് കൂടെ മറ്റു പെണ്ണുങ്ങളോ വേണം എന്നൊരു നിബന്ധന ഉണ്ട്. ആണുങ്ങൾക്ക് അതുമില്ല. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഹജ്ജ് നിർബന്ധമാണ്. അതോടൊപ്പം തന്നെ ഒരു ഹാജിക്ക് നമ്മൾ എന്തെങ്കിലും ഖിദ്മത്ത് ചെയ്തു കൊടുത്താൽ, ഹാജി എന്ന് പറയുന്ന ആള്
എന്ത് പടച്ചറബിനോട് ചോദിച്ചാലും അള്ളാഹു അവന് പുറത്തു കൊടുക്കും. ആർക്ക് വേണ്ടി ഹാജി പൊറുക്കലിന് തേടുന്നുവോ അവർക്കും പുറത്തു കൊടുക്കും. ഇപ്പൊ നമുക്ക് വേണ്ടി ഒരു ഹാജി ദ്വാരന്നാൽ ആ ഹാജിയുടെ ദ്വാന്റെ ബർക്കത്ത് നമുക്ക് കിട്ടും. കാരണം അയാൾ ഹാജി എന്ന് പറയുമ്പോൾ ഹജ്ജിന് പുറപ്പെട്ടാൽ മതി, അയാൾ ഹജ്ജിന് പുറപ്പെട്ടാൽ മതി, മറിച്ച് അയാൾ മുഴുവൻ ചെയ്തോളുന്നില്ല. ഇഹ്റാം കെട്ടിയാണ് പുറപ്പെട്ടു, അറഫയിൽ വെച്ച ഒരാൾ മരിച്ചു, ഒട്ടകത്തിന്റെ പുറത്തുനിന്ന് വീണ്ടാ മരിച്ചത് സാധു. അയാൾ മരിച്ചപ്പോ അയാളുടെ മരണം റിപ്പോർട്ട് ചെയ്ത് സ്വഹാബത്ത് അയാളെ കുളിപ്പിച്ച് കഫൻ ചെയ്യാൻ ഏർപ്പാടുണ്ടാക്കി. കുളിപ്പിച്ച് കഫൻ ചെയ്യാൻ നോക്കുമ്പോ ഒരു പ്രശ്നം എന്താണ്? ഇയാളെ തല മറക്കാൻ പറ്റുമോ പറ്റൂലേ? ഇഹ്റാമിലുള്ള പുരുഷനായി ഇഹ്റാമിൽ തല മറക്കാൻ പാടില്ല. പക്ഷെ ഇയാള് മയ്യത്തായതുകൊണ്ട് കബർക്ക് വെക്കുമ്പോ എങ്ങനെ തല മറക്കാതിരിക്കുക? തർക്കിച്ചപ്പോ അള്ളാൻ റസൂൽ എടുത്തി തന്നു. അള്ളാൻ റസൂൽ മുഹരിമായി മരിച്ച പുരുഷന്റെ ഹുക്മ പറഞ്ഞു. എന്താ പറഞ്ഞത്? ബുഖാരി ഇമാമിന്റെ ഹദീസ് ഉണ്ട്, അവനെ നിങ്ങൾ നല്ല നബക്ക് മരത്തിന്റെ ഇലയിട്ട വെള്ളം കൊണ്ട് ശരിക്കും മയ്യത്ത് കുളിപ്പിക്കണം. ആ മയ്യത്ത് ശരിക്ക് കുളിപ്പിക്കണം. ധരിച്ചിരിക്കുന്ന 2 വസ്ത്രത്തിൽ തന്നെ നിങ്ങൾ അയാളെ ആ ധരിച്ചിരിക്കുന്ന 2 വസ്ത്രത്തിൽ തന്നെ അയാളെ കഫൻ ചെയ്യണം. വലാ തുഹന്നിതൂഹു, സുഗന്ധം പൂശണ്ട. കഫൻ പുടവയിൽ സുഗന്ധം പൂശരുത്, കാരണം ഇഹ്റാമിലാണ്. പോരാ, അവരെ ചോദ്യത്തിന്റെ മറുപടി വലാ തുഖമ്മിറു റഅസഹു, അവന്റെ തല മറക്കരുത്. വലാ തുഖമ്മിറു റഅസഹു, അവന്റെ തല മറക്കരുത്. കാരണം ഫഇന്നഹു യുബഅസു യൗമൽ ഖിയാമത്തി മുലബ്ബിയാ, നാളെ പരലോക യാത്രയിൽ ഖബറിൽ നിന്ന് അവൻ എഴുന്നേൽക്കുക തൽബിയത്ത് ചൊല്ലിക്കൊണ്ടാണെന്ന് റവാഹുൽ ബുഖാരി. ഖാല റസൂലുള്ളാഹി ഹജ്ജിന് ഇഹ്റാം കെട്ടിയാൽ മരിച്ച ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ മലക്ക് വന്നിട്ട് തൊട്ടുണർത്തുമ്പോ മലക്ക് മൻ റബ്ബുക എന്ന് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഇയാൾ പറയും ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. ഓനോട് പിന്നെ എന്റെ റബ്ബാരാന്ന് ചോദിക്കണ്ട, നബി ആരാന്ന് ചോദിക്കണ്ട, നബി പഠിപ്പിച്ചു കൊടുത്ത തെൽബിയത്തായി ചെല്ലണേ. എന്റെ കൂട്ടുകാരാന്ന് ചോദിക്കണ്ട, ലോക മുസ്ലിങ്ങളെ മുദ്രാവാക്യാണ് മുഴക്കണ്, ഓനോട് സ്വർഗത്തുകളെ പോകാൻ പറയും. അങ്ങനത്തെ അവസ്ഥ ഉണ്ടോ? ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ ഇങ്ങനെ മുദ്രാവാക്യം വിളിക്കുന്ന 2 ആൾക്കാരെ കുറിച്ച് ഹദീത്ത് പറഞ്ഞിട്ടുള്ളൂ. യുലബ്ബിൽ മുലബ്ബി യുഅദ്ദിനുൽ മുഅദ്ദിനു. ഈ 2 ആൾക്കാര് തെൽബീത്ത് ചൊല്ലിക്കൊണ്ട് മരിച്ച ആൾ, അഥവാ ഹജ്ജിന് ഇഹ്റാം കെട്ടി മരിച്ച ആള്, അയാൾ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ ലബ്ബൈക ചൊല്ലും. പള്ളിയിൽ കൃത്യമായി ഇഖ്ലാസോടെ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിൻ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ ബാങ്ക് വിളിച്ചുകൊണ്ട് യുഅദ്ദിനുൽ മുഅദ്ദിനു എന്ന ഹദീത്ത്, ബാങ്ക് കൊടുത്തുകൊണ്ട് എഴുന്നേൽക്കും. ഓലോട് പിന്നെ ഒന്നും ചോദിക്കാനില്ല. അള്ളാഹിന്റെ മഹത്വം ഉദ്ഘോഷിച്ചുകൊണ്ട് മലക്ക് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അഡ്വാൻസ് മറുപടി ഇങ്ങോട്ട് പറയുന്ന ആൾക്കാരോട് കീല ദുഖുലിൽ ജന്ന, സ്വർഗത്തിലേക്ക് പോകാൻ പറയും ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ ഒരു അമലേതാ വേറെ. അപ്പൊ അത്രയും പുണ്യപ്പെട്ട ഒരു അമലിന് വേണ്ടി നമ്മൾ ഉറങ്ങാണ്. മാത്രമല്ല, ലോക മുസ്ലിങ്ങളുടെ ചരിത്രഭൂമി ശരിക്ക് കാണാം. അതിലുപരി നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗദന്റെ മുമ്പിൽ നിന്നൊരു സലാം പറയാന്ന് പറഞ്ഞാൽ മൻസാറ ഖബരി വജബത ലഹു ശഫാഅതി, എന്റെ ഖബറിൽ ഒരാൾ വന്നാൽ അവനെന്റെ ശഫാഅത്ത് നിർബന്ധമായി. റസൂലുള്ളാഹിന്റെ അടുത്ത് നമ്മൾ ചെന്നാൽ ശഫാഅത്ത് നിർബന്ധമായി. ആ ഖബറിന്റെ അടുത്ത് ചെന്നുകൊണ്ട് റസൂലുള്ളാഹിന്റെ ഖബറെന്ന് കൂടി പറയില്ല, റൗദ എന്നാ പറയാ. അവിടെ ചെന്ന് അതോടെ ഒന്ന് സിയാറത്ത് ചെയ്താൽ റസൂൽ നമ്മുടെ കൈ പിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകൂലേ? ഒരു മനുഷ്യൻ ഇതിനപ്പുറം പുണ്യപ്പെട്ട അമലെന്താ? ആ റൗദ ശരീഫിനെ നമ്മൾ സിയാറത്ത് ചെയ്യുമ്പോൾ നമ്മുടെ മനസാന്നിധ്യം എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നമുക്ക് പടച്ച റബ്ബുമായി അടുക്കാൻ പറ്റും. അള്ളാഹുവിന്റെ പ്രവാചകനിലൂടെ മാത്രമേ അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റൂ. ആ ഖുർആൻ പറഞ്ഞ ഇൻകുന്തും തുഹിബ്ബൂന അല്ലാഹ ഫത്തബിഊനി എന്ന് പറഞ്ഞ യുഹിബ്ബുകുമുല്ലാഹ് എന്ന് പറഞ്ഞ ആ ഒരു സ്നേഹം നമുക്ക് ലഭ്യമാകാനും വേണ്ടേ നമ്മൾ മദീന ഒന്ന് കാണുക? നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. മൊത്തത്തില് ദുന്യാവില് നമുക്ക് ഏറ്റവും അറ്റാച്ച്മെന്റ് ഉള്ളത് നമ്മളെ വീടിനോടാണ്. അൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ വീടാ, പക്ഷേ മൊത്തത്തിൽ അൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ കഅബയാണ്. വെറും ബൈത്ത് എന്ന് പറഞ്ഞാൽ കഅബയാണ്. നഗരങ്ങൾക്കൊക്കെ പട്ടണങ്ങൾക്കൊക്കെ മദീന എന്നാ പറയാ. പക്ഷെ അൽ മദീന എന്ന് പറഞ്ഞാൽ അത് അള്ളാന്റെ റസൂലിന്റെ മദീനത്തുൽ മുനവ്വറയാണ്. മനുഷ്യൻ അതിനോടുള്ള അറ്റാച്ച്മെന്റ് ആണ് ഈ കാണിക്കുന്ന പദപ്രയോഗം തന്നെ. ആ 2 സ്ഥലങ്ങൾ ലോക മുസ്ലിങ്ങളെ സംബന്ധിച്ചത്. ഒരാൾ മദീനത്ത് മരിച്ചാൽ ബുഇസ മിനൽ ആമിനീൻ, ഓനോട് പിന്നെ ചോദ്യമില്ല. മൻ മാത ഫീ അഹദിൽ ഹറമൈൻ, രണ്ടാലൊരു ഹറമിൽ ഒരാൾ മരിച്ചാൽ, മക്ക ഹറമിലോ മദീന ഹറമിലോ ഒരാൾ മരിച്ചു കിടന്നാൽ ബുഇസ മിനൽ ആമിനീൻ, ഓനോട് പിന്നെ ഖബറിൽ ചോദ്യമില്ല. എന്തായാലും നമ്മുടെ മക്കളെ നമ്മളെ കെട്ടിപ്പോഞ്ഞ് കൊണ്ടുപോയി പള്ളിക്കാട്ടിൽ കൊണ്ടുവരുമല്ലോ, നിങ്ങളെ കൊണ്ടുവരും, എന്നെ കൊണ്ടുവരും. 3 കഷ്ണം തുണിയിൽ പോഞ്ഞിട്ട് 3 കെട്ടും കെട്ടിട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ ഇറക്കും. അങ്ങനല്ലേ? വിട്ടുപോണ്ടേ? ഒരിക്കലീ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞു നാം തിരിക്കണം, വിസമ്മതങ്ങൾ ഒന്നുമേ ഫലപ്പെടാ. ഒരു വിസമ്മതം ഞാൻ വരൂലാണ്ട് കാര്യമില്ല, പോകല് നിർബന്ധ. അങ്ങനെ ഉറപ്പല്ലേ? ഒരിക്കലീ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞു നാം തിരിക്കണം, വിസമ്മതങ്ങൾ ഒന്നുമേ ഫലപ്പെടാ. തിരിച്ചു പിന്നെ വന്നിടാത്ത യാത്രയാണതാകയാൽ കരത്തിലുള്ളതൊക്കെ നാം അതിർത്തിയിൽ ത്യജിക്കണം. തിരിച്ചു പിന്നെ വരൂല. ഇവ കയ്യിലുള്ളതൊക്കെ ഇവിടെ ഇട്ട് പോകണം. അതിർത്തി ഇവിടെ തന്നെയാ. ഒക്കെ ഈ പള്ളി വരെ, ഈ കാട്ടിക്കൊന്നും കൊണ്ടുപോലെ നിങ്ങളെ കൊണ്ടുപോയിട്ട് മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. നിങ്ങൾ മണ്ണിട്ട ആൾക്കാരെ കിടക്കണമൊക്കെ നിങ്ങളെ മേലെ ആരും മണ്ണിടുന്നു മാത്രം ചിന്തിച്ചാൽ മതി.
ഞാൻ ആരെ മേൽ മണ്ണിട്ടു എന്റെ മേൽ ആരും മണ്ണിടും. ഒരു ദിവസം നമ്മൾ പോണ്ടിരും. അള്ളാഹു നമ്മുടെ യാത്ര ആക്കിബത്ത് നന്നാക്കി തെരുമാറാവട്ടെ. മാത്രങ്ങൾ കരുതിയാൽ മതി. ആ യാത്ര നന്നാകാനാണ് ഈ ഹജ്ജ് യാത്ര. അത് നന്നാവാനായി ഹജ്ജ് യാത്ര. ഹജ്ജ് യാത്ര ചെയ്തൊരു മനുഷ്യൻ വന്നാൽ അവൻ പിന്നെ നല്ല നിലക്ക് ജീവിച്ചാൽ ഉറപ്പാ സ്വർഗത്തില. ഹജ്ജിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഉമ്മ പ്രസവിച്ച കുട്ടിയെ പോലെ അവൻ മടങ്ങുന്ന, ഒരു തെറ്റുമില്ലാതെ കഅബത്തിന്റെ സമീപത്ത് മടങ്ങാൻ പടച്ചറബ് നമുക്ക് വെച്ച ഏർപ്പാട്. അല്ലാഹു ഗഫൂറുർ റഹീമാണ്. മല പോലെ ചെയ്ത തെറ്റ് അന്നൽ ഹജ്ജ യഹ്ദിമു മാ കാന ഖബ്ലഹു. ഹജ്ജിന്റെ മുമ്പ് നിങ്ങൾ ചെയ്തതൊക്കെ യഹ്ദിമു യഗ്ഫിറു എന്നല്ല, യഹ്ദിമു പൊളിച്ചു കളയും. മല പോലെ തെറ്റ് ചെയ്തതിന് പൊളിച്ചു കളയും. എല്ലാ തെറ്റുകളും പടച്ചറബ് പൊളിച്ചു കളയും. അപ്പൊ അത്രയും പുണ്യപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് മനുഷ്യനെ ചെന്നെത്തിക്കുന്ന, മനുഷ്യന്റെ മനസ്സും ശരീരവും ഒന്നിച്ച് നന്നാക്കുന്ന ഏർപ്പാടാ. അപ്പൊ കുറച്ച് ത്യാഗങ്ങളൊക്കെ ഉണ്ടാവും. ഹജ്ജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ച പോലെ 40 ദിവസം നമ്മൾ പോകുന്നുണ്ടെങ്കിലും വെറും ഒരു 4 ദിവസത്തെ ഏർപ്പാടേ ഉള്ളൂ. 4 ദിവസമേ ഉള്ളൂ. 6 ദിവസമാണ് ശരിക്കും ഹജ്ജ്. ദുൽഹജ്ജ് 8, 9, 10, 11, 12, 13. ദുൽഹജ്ജ് 8 യൗമു തർവിയ, ദുൽഹജ്ജ് 9 യൗമു അറഫ, ദുൽഹജ്ജ് 10 യൗമുൻ നഹർ, ദുൽഹജ്ജ് 11 യൗമുൽ ഖർർ, ദുൽഹജ്ജ് 12 യൗമുൻ നഫർ അവൽ, ദുൽഹജ്ജ് 13 യൗമുൻ നഫർ സാനി. ഇത് തന്നെ 6 ദിവസം വേണ്ട. 8 പോയിക്കൊള്ളുന്നില്ല. 9 അറഫിൽ നിന്നാ മതി. 9 അറഫിൽ ചെന്നാൽ മതി. 9, 10, 11, 12 എറിഞ്ഞു പോന്നാ മതി. 4 ദിവസം. 4 ദിവസം കൊണ്ട് നമ്മൾ ചെയ്ത സകല തെറ്റ് യഗ്ഫിറു ദുനൂബ കമാ യഗ്സിലുൽ മാഉ അദ്ദറന്ന. വെള്ളം കൊണ്ട് ചെളി കഴുകും പോലെ നമ്മളെ പടച്ചറബ് കഴുകിന് ശുദ്ധീകരിക്കുക. അങ്ങനത്തെ ഒരു സംഗതി ദുനിയാവിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ? നമ്മുടെ ശരിക്കും ക്ലീൻ ചെയ്യാം. ഒരു മനുഷ്യൻ ഇത്ര നന്നാവാൻ കഅബത്തിന്റെ അടുത്തൊക്കെ ചെന്ന് നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവും ഒരു ആവേശം. നമ്മൾ ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിന് തുടികൊട്ടും. കാണാത്ത കുറെ ആൾക്കാരുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കഅബ കാണുന്നത് വരെ നമ്മളെ കണ്ണടക്കാതിരിക്കുമാറാവട്ടെ. എല്ലാവരും കരുതിക്കൂടി നല്ലോണം ആത്മാർത്ഥമായിട്ട് ദ്വാരന്നാൽ ഉറപ്പാ നമ്മൾ എങ്ങനെങ്കിലും എത്തിപ്പെടും. നമ്മളവിടെ എത്തുക എന്നുള്ളത് നമ്മളെ കഴിവുകൊണ്ടായിക്കൊള്ളുന്നില്ല. വലിയ പവറും നല്ല സൗകര്യം ഉണ്ടായി എത്തിക്കൊള്ളുന്നില്ല. അപ്പൊ നമ്മൾ അതിനു വേണ്ടി മാനസികമായി ഒന്ന് തയ്യാറാവണം. നിങ്ങളൊക്കെ ഹജ്ജ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഹജ്ജ് ചെയ്യാൻ പോകാൻ തയ്യാറാവണം. ഉംറ ചെയ്യാൻ കഴിയാത്ത ആൾക്കാർ, ഉംറ ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ. പിന്നെ ചിലർക്ക് തെറ്റിദ്ധാരണ ഉണ്ട് കേട്ടോ. ഉംറക്ക് പോയാൽ ഹജ്ജ് ചെയ്യേണ്ടി വരുമോ? അതൊരു അബദ്ധധാരണയാണ്. ഉംറ ചെയ്തു എന്ന് വിചാരിച്ച ഹജ്ജ് നിർബന്ധാവൂല. ഉംറ ജീവിതത്തിൽ നിർബന്ധം. ഉംറ ചെയ്താ ഉംറ കഴിഞ്ഞു, പിന്നെ ഹജ്ജ് ചെയ്യാം, പിന്നെ പോകാം. അതല്ല, ഹജ്ജിന് പോകുമ്പോൾ ഒരു ഗുണം എന്താ വെച്ചാൽ ഹജ്ജും ഉംറയും ഒരുമിച്ച് ചെയ്യാൻ പറ്റും. ഉംറ ചെയ്യാം, പിന്നെ ഹജ്ജ് ചെയ്യാം. രണ്ടും ഒരുമിച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ തിരിച്ചു വരുന്ന പറഞ്ഞ വിഷയത്തിൽ ഞാൻ അവസാനിപ്പിക്കാം. എനിക്ക് പ്രസംഗത്തിൽ ഒരു മാനസിക പ്രയാസമുണ്ടെന്ന് മറ്റൊരു കൂട്ടർ ഹാജിമാർ കാത്തിരിക്കല്ലേ, അവരെ ബുദ്ധിമുട്ടിക്കാൻ വയ്യല്ലോ. ഞാൻ എന്റെ സുഹൃത്തിനോടുള്ള കടപ്പാട് കൊണ്ടും നിങ്ങളെ ഈ മഹല്ലത്തിനോടുള്ള ബന്ധം കൊണ്ടും അതുകൊണ്ട് മാത്രം ഈ പ്രദേശത്ത് നിങ്ങളോട് അല്പസമയം സംസാരിച്ചെന്നുള്ളൂ. എനിക്ക് അവസാനമായി നിങ്ങളോട് പറയാനുള്ളത്, ഇതിലൊക്കെ നമ്മൾ ഈ ഹജ്ജും ഈ ത്യാഗവും ഒക്കെ എന്തിനാ? ഇത് മുഴുവൻ എന്തിനാ നമ്മൾ സഹിക്കണത്? ഇതൊക്കെ നമ്മൾ സഹിക്കണത് നമ്മളെ നന്നാക്കാനാണ്. നമ്മൾ നന്നാവുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ നമ്മളെ കൽബ് നന്നാലാ. കുറെ ഇബാദത്ത് ചെയ്തു വിചാരിച്ചാൽ നന്നാവൂല കേട്ടോ. ഒരുപാട് ഇബാദത്ത് ചെയ്ത് വിചാരിച്ചാൽ നന്നാവൂല. നന്നാവണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ മനസ്സിലൊരു നന്മ വേണം. നമ്മളെല്ലാവരും ഉൾക്കൊള്ളണം. ദീന് നസീഹത്താന്ന് പറഞ്ഞില്ലേ, ആ നസീഹത്ത്, ആ കമ്മിറ്റ്മെന്റ് ശരിക്കും എല്ലാവരോടും കാണിക്കണം. കാരണം ഇബാദത്ത് കൊണ്ട് നന്നാവുകയാണെങ്കിൽ കുറെ ഇബാദത്ത് ചെയ്താലും മനസ്സൊന്നാത്ത ആൾക്കാരില്ലേ. ഒരൊറ്റ സംഭവം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ നന്മയുടെ പ്രതീകം. ഇപ്പോ ബഹുമാനപ്പെട്ട ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലം, അന്ന് 2 ആളുടെ ചരിത്രം പറയുന്നുണ്ട്. ഒരാളൊരു ആബിദ്, അയാള് 70 കൊല്ലം ഇബാദത്തെടുത്ത് പടച്ച റബ്ബിന് ഇഷ്ടം പോലെ ഇബാദത്ത് ചെയ്ത് 70 കൊല്ലം ഇബാദത്ത് ആളാ. എന്നും പള്ളിയിലുണ്ടാവും, നിസ്കരിക്കും, പ്രവാചകരെ കൂടെ ഉണ്ടാവും, എല്ലാം നല്ല കാര്യം ചെയ്യും. അതേ നാട്ടിൽ തന്നെ വേറൊരാളുണ്ട്, അറുപ്പിശിക്കന 5 പൈസ നല്ല കാര്യത്തിന് കൊടുക്കൂല. 5 പൈസ കൊടുക്കൂല. കിതാബുണ്ട് ഈ സംഭവം. 5 പൈസ കൊടുക്കൂല. കെട്ടുകഥയൊന്നുമല്ല. ഇയാളൊരു പൈസ കൊടുക്കൂല. അങ്ങനെ ഇരിക്കെ ആ നാട്ടിൽ നിന്ന് ഒരാള് യുദ്ധത്തിന് വേണ്ടി പടയാളിയായി പോകും. അന്നൊക്കെ യുദ്ധത്തിന് വേണ്ടി പോകുന്ന പടയാളിക്ക് ജനങ്ങളൊക്കെ യാത്രയെ കൊടുക്കും, അച്ഛനും മുകളിൽ കൊടുക്കണമായി, പൈസയും കൊടുക്കും, സാധനം കൊടുക്കാൻ. ഇസ്ലാമിന് വേണ്ടി പടപൊരുതാൻ പോവാ. തിരിച്ചു വന്നോളന്നില്ല. ഷഹീദിന്റെ കൂലിയാ. ഓന് വല്ലതും കൊടുത്താൽ കൂലിയിട്ടും. മുത്താലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത് പറഞ്ഞേക്കണ പോലെ. അങ്ങനെ ഇയാളെ എല്ലാവരും സ്വീകരിച്ചു കൊടുക്കുന്ന സമയത്ത് ഇപ്പം വീട്ടിലൊക്കെ ഒന്ന് കയറി എല്ലാവരും അങ്ങനെ പോവാണ്. ആ പോകണമെന്നില്ല യാത്ര പറയലും ഇനി ചിലപ്പോൾ തിരിച്ചു വന്നോളുന്നില്ല പടയാളില്ലേ. അങ്ങനെ എല്ലാ വീട്ടിലും കയറിയ കൂട്ടത്തിൽ ഈ ചങ്ങാതിന്റെ വീട്ടിലും കയറി. അപ്പൊ ഇവനാണെങ്കിൽ ജനങ്ങൾ പറയുന്നൊരു പേരെന്നെ മൽഊൻ. മൽഊൻ, ശപിക്കപ്പെട്ടവന്ന ഓനെ കുറിച്ച് ആൾക്കാർ പറഞ്ഞു. കാരണം 5 പൈസ കൊടുക്കാത്തവൻ പിന്നെ ആർക്കെങ്കിലും വേണോ? ഓന്റെ വീട്ടിലും കയറി. വീട്ടിൽ കയറിയപ്പോ താരീഖിൽ പറയുന്നു, ഇവൻ എന്ത് ചെയ്തു? ആദ്യം ഇവിടെ ഒന്നുമില്ല, പൊയ്ക്കോണം, അവന്റെ സ്വഭാവം കാണിച്ചു. പക്ഷെ ഈ ആള് കുറച്ചുകൊണ്ട് ഇറങ്ങിപ്പോയപ്പോ അവന്റെ മനസ്സിലൊരു മാറ്റം, ചെറിയൊരു മാറ്റം. പഠിച്ചോനെ, യുദ്ധത്തിന് വേണ്ടി പോവാണല്ലോ, എന്തായാലും ഒരു നല്ല കാര്യത്തിന് പോലെ മടക്കി വിളിച്ചിട്ട് ആ വീട്ടിലുണ്ടായിരുന്ന ഒരു പഴയ വാള്, നല്ലതാണ്, പഴയതാണ്, അതെടുത്ത് കൊടുത്തുന്ന പോയി യുദ്ധം ചെയ്തോന്നു. ഈ ചെറുപ്പക്കാരൻ ഈ വാള് കൊണ്ട് നേരെ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മുമ്പിൽ വന്നുത്രേ. ഈസ നബി ചോദിച്ചിട്ട് എവിടുന്നാ കിട്ടിയത് വെച്ചാൽ മൽഊൻ തന്നതാണ്. അപ്പൊ ഈസ നബിക്ക് ഒരു അത്ഭുതം. കാരണം എന്താ? 5 പൈസ കൊടുക്കാത്തവൻ 50 ഉറുപ്പ്യ കൊടുത്ത സംഭവം തന്നെയാണല്ലോ. ഓൻ എന്ത് പറ്റിപ്പോയി റബ്ബേ? ഓൻ നന്നാവണുണ്ടല്ലോ, എന്നാ ഓനെ നന്നാക്കണം തീരുമാനിച്ചു. അങ്ങനെ ഓനെ നന്നാക്കാൻ വേണ്ടി അവന്റെ വീട്ടിലേക്കൊന്ന് പോയി അഭിനന്ദിക്കാൻ തീരുമാനിച്ചു. കാരണം ഒരാൾ നന്മ ചെയ്യുമ്പോ അങ്ങനെയാണല്ലോ,
അപ്പൊ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവന്റെ വീട്ടിലേക്ക് പോയിട്ട് അവനെ അഭിനന്ദിക്കാൻ തീരുമാനിച്ചു. അവന് വലിയ കാര്യമല്ലോ ചെയ്തത്. ഇതുവരെ നന്മ ചെയ്യാത്തവൻ നന്മ ചെയ്യുമ്പോൾ അവനെ പ്രോത്സാഹിപ്പിക്കണ്ടേ. ആ സമയത്ത് ഈ ആബിദായ മനുഷ്യൻ എപ്പോഴും ഈസാ നബിന്റെ കൂടെ ഉണ്ടാവും. ആബിദ് പറഞ്ഞു, നബിയെ എന്തിനാ പോന്റെ വീട്ടിൽ പോകണം? മൂപ്പരെ മുടക്കാൻ നോക്കുകയാണ്. അത് പോണ്ടെന്ന മൂപ്പരെ അഭിപ്രായം. നമ്മളൊക്കെ അങ്ങനെയാണല്ലോ. നമുക്ക് ഒരു സ്വഭാവം, നമ്മളൊക്കെ വലിയ ആരാധനക്കാരാണെങ്കിൽ പ്രബോധനം നമ്മൾ ചെയ്യൂല. നമ്മൾ നമ്മുടെ കാര്യം മാത്രമേ നോക്കൂ. ഇപ്പൊ നമ്മളൊക്കെ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് ബസ് സ്റ്റോപ്പിലും ബസ് സ്റ്റാൻഡിലൊക്കെ കളിച്ച് ചിരിച്ചിടക്കുന്ന കുട്ടികളുണ്ടാവും. റമദാൻ വന്നു, റമദാനിന് അവര് ഒന്ന് നോമ്പൊക്കെ നോറ്റ്, ഒന്നാമത്തെ നോമ്പൊക്കെ നോറ്റപ്പോ കുട്ടികൾക്ക് തോന്നി നിസ്കരിച്ചു കളയാ, തരക്കടില്ല. ഇങ്ങനെ പള്ളിന്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ കാല് വയ്ക്കുമ്പോ കാരണന്മാരിങ്ങനെ നോക്കും, ആഹാ ഇവനും തുടങ്ങിയോ. അതോടുകൂടി വിനോം വരില്ല. ആ നോട്ടം കൊണ്ട് ഓൻ മനസ്സിലായി ഞാൻ വന്നത് അബദ്ധമായി പോയി. അങ്ങനെ ചില കാരണന്മാര്. കാരണം ഓൻ ഇങ്ങോട്ട് വരേണ്ട ആൾക്കാരല്ലാന്ന തീരുമാനം. ഓൻ പിന്നെ ബസ് സ്റ്റോപ്പിൽ തന്നെ പോകും. നേരെ മറിച്ച് ഓനോട് കയറ്റിയിട്ട് ഇവിടെ സൊഫിലെത്തിയിട്ട് അടുത്ത കൂടി ഓൻ വരുന്ന മാതിരി രണ്ട് വർത്താനം പറയും. അത് പറയില്ല. നമ്മൾ അങ്ങനെയാണല്ലോ. നമ്മൾ ആരും നന്നാക്കലില്ലല്ലോ, മുടക്കലേ ഉള്ളല്ലോ. എന്ന പോലെ ഈ ആബിദായ മനുഷ്യൻ ഓന്റെ വീട്ടിലേക്ക് പോണ്ടാണ്. നബി തങ്ങൾ സംഭവിച്ചില്ല. അള്ളാഹു ഒരു മനുഷ്യനോട് പറഞ്ഞിട്ടുള്ളത്, ഒരാൾ അള്ളാഹിനോട് ഒരു ചാൺ എടുത്താൽ അതൊരു മുഴ ഇങ്ങോട്ട് അടുക്കുന്ന. അപ്പൊ ഓൻ അള്ളാഹുവിലേക്ക് അടുപ്പിക്കലാ നമ്മൾ. അതാ പ്രവാചകൻ, നമുക്ക് പോകാന്നാണ്. അങ്ങനെ പോയി ഇങ്ങനെ വഴിക്കിങ്ങനെ പോകുമ്പോ പോണ പാട്ടിലൊക്കെ ഈ ആബിദായ മനുഷ്യൻ പറയേണ്ടത്, എന്തിനാ വെറുതെ ഓന്റെ വീട്ടിലേക്ക് പോകണം, ഇയാൾ ഇങ്ങനെ മുടക്കുന്നുണ്ട്, മുടക്ക് പറയുന്നുണ്ട്. അയാൾ വലിയ ആബിദാണ്, സ്വർഗത്തിലേക്ക് പോകാൻ റെഡിയായി നിൽക്കുന്ന ആബിദ്. അയാൾ ഇങ്ങനെ മുടക്ക് പറയാം. അങ്ങനെ പോയി കുറയാണ്ടെത്തിയപ്പോ ഇവന്റെ വീട്ടിന്റെ അടുത്തെത്തിയപ്പോ ഈ ആബിദ്, ഞാനിതൊരു ഗുണപാഠമുണ്ട് അതുകൊണ്ട് അത് പറയണത്, ഈ ആബിദ് ഇങ്ങനെ നോക്കിയപ്പോ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവന്റെ വീട്ടിലേക്ക് വരാം. അപ്പൊ ഓന്റെ മനസ്സിൽ അല്ലാഹ് ഹിദായത്ത് ഒരു മനുഷ്യനെ എപ്പോഴാ കൊടുക്കാന്ന് അറിയില്ലോ. ഓന്റെ മനസ്സിൽ തോന്നല്, പടച്ചോനെ പ്രവാചകരാൾ എന്റെ വീട്ടിലേക്കാ വരുന്നത്. അവൻ വീട്ടിൽ നിന്ന് എഴുന്നേറ്റു, ആദരിക്കാൻ വേണ്ടി വഴിയിക്കാൻ ഇറങ്ങിച്ചു. ഇവൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോ മലക്ക് വന്നിട്ട് ബഹുമാനപ്പെട്ട ഈസാ നബി തങ്ങളോട് പറഞ്ഞു, നബിയെ, ആ മൽഊനാണെങ്കിലും ഇത് അവൻ ചെയ്ത രണ്ട് കാര്യം അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. അള്ളാഹ്ക്ക് അങ്ങനെയാണ്. ഒരാൾ ചെയ്യുന്ന കാര്യം പടച്ചറബ് ഹിദായത്ത് കൊടുക്കുമ്പോ എന്താണ്, ബി സ്വദഖത്തിഹി ബി സൈഫി, ആ വാളോ കൊടുത്തല്ലോ, അത് അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമായി. വബി ഇക്റാമിഹി ഇയ്യാക, നിങ്ങളെ ബഹുമാനം ചെയ്തപ്പോ ഇത് രണ്ടും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അള്ളാഹു അവനെ സ്വർഗാവകാശിയാക്കാനും ഹിദായത്തിൽ പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെ കൂടെ ആബിദിനോട് നിങ്ങൾ പറഞ്ഞേക്ക്, ഇനി ഓനെ കുറ്റം പറയണ്ട. ഒരു കാര്യം കൂടി നിങ്ങൾ ആബിദിനോട് പറയണം, വഹുവ റഫീഖുക ഫിൽ ജന്ന, അന്റെ കൂടെ സ്വർഗത്തിൽ അയാൾ ഉണ്ടാവും അവനോട് പറഞ്ഞേക്കുകയാണ്. വഹുവ റഫീഖുക, അയാൾ എന്റെ കൂടെ സ്വർഗത്തിൽ ഉണ്ടാവും പറഞ്ഞേക്കാൻ പറഞ്ഞു. അപ്പൊ ഈസാ നബിക്കല്ലേ വഹിയുള്ളൂ, ഇയാൾക്ക് അറിയില്ലോ. ഈസാ നബി ആബിദിനോട് പറഞ്ഞു, ഇനി അവനെ കുറ്റം പറയണ്ടോ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് സ്വർഗം കൊടുക്കുന്നുണ്ട്, അവന്റെ പ്രവർത്തനം പഠിച്ചവന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അവൻ നിന്റെ കൂടെ സ്വർഗത്തിൽ ഉണ്ടാവുന്നു പറഞ്ഞു. ഇതാണ് പറഞ്ഞപ്പോ ഈ ആബിദിന് അത് അത്രയും ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്താ, മൂപ്പര് 70 കൊല്ലം എടങ്ങാറായി സുജൂദും റുകൂഉം നോമ്പും സക്കാത്തും കൊടുത്ത് സ്വർഗത്ത് പോകുമ്പോ ഒരു പൊട്ട വാളും കൊടുത്ത് ഒപ്പം കൂടാണ്. അത് അത്ര സുഖമുള്ള പണിയല്ലല്ലോ. അത് മൂപ്പർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ആൾക്ക് ദേഷ്യം പിടിച്ചു. ശരിയാണല്ലോ, അങ്ങനെയാണ്. നമുക്ക് ഒരേ കമ്പനി ജോലി ചെയ്യുന്ന ആൾക്കാർ ഒരാൾക്ക് പെട്ടെന്ന് ശമ്പളം കൂട്ടി അപ്പത്തിന് മറ്റൊരു ദേഷ്യം പിടിക്കുമല്ലോ. അല്ല ഓന് കൊടുത്തോണ്ട് നമുക്ക് കിട്ടുന്നിരുത്തല്ലോ. അല്ല മനസ്സ് ഇയാൾക്കാണ് ദേഷ്യം പിടിച്ചു. ഇയാൾ ചൂടായിട്ട് പറഞ്ഞു, ഇന്നില്ല ഉരീതുമാകുൽ ജന്ന, ഓന്റെ കൂടെ എനിക്ക് സ്വർഗത്തേക്ക് പോകണ്ടാണ്. ഓന്റെ കൂടെ എനിക്ക് സ്വർഗത്ത് പോകണ്ട. ദേഷ്യം പിടിച്ചിട്ട് പറഞ്ഞു. ആ പാക്ക് നാക്കുന്ന വീണ ഉടനെ നസലൽ അമീന മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അപ്പ വന്നിട്ട് ഈസാ നബിയോട് പറഞ്ഞു, നിങ്ങൾ ആബിദിനോട് പറയും, രണ്ട് തെറ്റാണ് അയാൾ ചെയ്തത്. ഒന്നെന്താ, ഒന്നാമത്തെ തെറ്റാൾ ചെയ്തത് ഇന്നഹു ലം യർദാ ബി ഖളായി, എന്റെ വിധിയോ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഒരാൾക്ക് സ്വർഗം കൊടുക്കാൻ തീരുമാനിച്ച ഓനത് വേണ്ടെന്നറിയാം. ആരാ? ഞാൻ ആ മൽഊന് സ്വർഗം കൊടുക്കാൻ തീരുമാനിച്ചതാ. അയാൾക്ക് സ്വർഗം കൊടുത്തില്ല, ദേഷ്യത്തിനല്ലേ ഓന്റെ കൂടെ എനിക്ക് സ്വർഗം വേണ്ടാർന്ന്. ഞാൻ ഒരാൾക്ക് സ്വർഗം കൊടുക്കാൻ തീരുമാനിച്ച അത് വേണ്ടെന്ന് പറയാൻ ഓനാരാ? രണ്ടാമത്തേത് അവനോട് പറയും ഹക്കർത്ത, നീ നിന്ദിച്ചു അബദി, എന്റെ അടിമയെ, അത് എന്റെ അടിമയെ, ഓ സ്വർഗത്ത് പോകാൻ മാത്രമില്ല എന്ന് ഈ കരുതാൻ പാടുണ്ടോ? അത് ഈ കരുതിയ തെറ്റല്ലേ? ഈ രണ്ട് തെറ്റിനാൽ നിന്നെ ഞാൻ നരകത്തിലിടുന്നു, ഈ മൽഊനെ ഞാൻ സ്വർഗത്തിലുമാക്കുന്നു. 70 കൊല്ലം ഇബാദത്ത് പഠിച്ചോ നരകത്തിക്കും. ഒരൊറ്റ ഇബാദത്തും ചെയ്യാതെ ഇപ്പൊ മാത്രം ഇബാദത്ത് തുടങ്ങിയ ആളെ അള്ളാഹു സ്വർഗത്തിലേക്കും പറഞ്ഞേക്കാൻ തീരുമാനിച്ചു. ഈസാ നബിക്ക് ബോധനം കൊടുത്ത ചരിത്രം എന്തിനാ നമ്മളെ പഠിപ്പിക്കുന്നത്? നമ്മൾ വലിയ ആബിദാന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. കൽബ് നന്നാവണം, മനസ്സ് നന്നാവണം, ഒരു മനുഷ്യന്റെ നന്മ ഉൾക്കൊള്ളണം. നമ്മൾ ആ വലുതെന്ന് ആരും വിചാരിക്കണ്ട. ഒരു പക്ഷെ നമ്മൾ വലിയ ആബിദായിരിക്കും, ഒരു പക്ഷെ നമ്മൾ വലിയ ആളായിരിക്കും, പക്ഷെ നമ്മളെക്കാൾ വലിയ ആളുണ്ട് നമ്മൾ മനസ്സിലാക്കണം. ഇബാദത്തിന്റെ ഏറ്റവും വലിയ സ്വീകാര്യത തവാദുല. അതാണ് ഹജ്ജ് പഠിപ്പിക്കുന്നത്. എല്ലാരും കണക്കാണ് അവിടെ, എല്ലാരും കണക്കാ. അറഫയില്, മിനയില്, മുസ്ദലിഫില് ഒക്കെ മണ്ണില, നിലത്ത്. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. അല്ലെ പിന്നെ കട്ടിലിട്ട് വലിയ സൗകര്യം ഗവൺമെന്റ് ഏർപ്പെടുത്തിക്കൂടെ? അറഫിലില്ലല്ലോ, മിനിലില്ലല്ലോ, മുസ്ദലിഫിലില്ലല്ലോ. മണ്ണിൽ കിടന്നിട്ട് മണ്ണിലേക്ക് മടക്കേണ്ട ഓർമ്മയാണ്. അവിടെ എല്ലാവരും സമ്പന്നനും ദരിദ്രനും തവാഫ് ചെയ്യുമ്പോ എല്ലാവരും കണക്കാ. ഒരാളും ഒരാളെയും പരിഗണിക്കൂല. എല്ലാവരും അങ്ങനെ തന്നെയാ. ആ ഒരു ബോധം മനുഷ്യന് ജനിപ്പിച്ച് ഞാൻ ലോകത്തുള്ള മനുഷ്യരിൽ ഒരുവനാണെന്നുള്ള ചിന്ത, അസൗകര്യങ്ങളിൽ മറ്റുള്ളവരോട് സഹകരിക്കാനുള്ള മനസ്സ്, അങ്ങനെ എല്ലാവർക്കും ഗുണം കാക്ഷിക്കാനുള്ള മനസ്സ്, അങ്ങനത്തെ ഒരു മനസ്സ് പടച്ച റബ്ബ് നമുക്ക് നൽകുമ്പോ ആ കൽബാണ് ഒരു മനുഷ്യനെ ആബിദാക്കുന്നതും
അവനെ ഉയർത്തുന്നതും ഒക്കെ അല്ലാതെ നമ്മുടെ ബാഹ്യപ്രകടനങ്ങളല്ല. അത് ശരിക്കും മനസ്സിലാക്കണം. അതാണ് നിങ്ങളൊക്കെ ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് നന്മ ചെയ്യാനും നന്മ പ്രവർത്തിക്കുവാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ടാവണം എന്ന് മാത്രം ഞാൻ പറയുന്നു. അവസാനമായി ഞാൻ പറയട്ടെ, സ്വർഗത്തിൽ പോകണം എന്നാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ യൗമലായം ഫഉമാലും വലാ ബനൂന ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സലീമായ കൽബും കൊണ്ട് ചെല്ലാത്ത ആൾക്കാർക്ക് സ്വർഗം കിട്ടൂല. സലീമായ കൽബ് ഉണ്ട് എന്നുള്ള ലക്ഷണം എന്താ? ആ ആയത്തിന്റെ തഫ്സീൽ പറഞ്ഞ രണ്ട് കാര്യ. അല്ലദീ അൻഫഖ മാലഹു ഫിൽ ബിർരി വഅർശദ ബനീഹി ഇലൽ ഹഖ്. അതാണ് ഏറ്റവും പ്രധാനം. നല്ലീന് പൈസ ചെലവാക്കുക, മക്കളെ നന്നാക്കുക, മക്കൾ ദ്വാരക്കുക. നല്ലീന് പൈസ ചെലവാക്കാൻ എന്താ? ദർസിന് പൈസ കൊടുത്തോളി, ദർസിലെ കുട്ടികളെ സഹായിച്ചോളി. അത് നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ്. പള്ളിക്ക്, മദ്രസക്ക്, ദീനിന്, ഇസ്ലാമിക കാര്യത്തിന്, പ്രത്യേകിച്ച് മുത്തഅല്ലിമീങ്ങൾക്ക് പണം ചെലവാക്കുക. നിങ്ങളെ മക്കളെ നിർവഴിക്കാക്കുക. അതെന്താ? വൈകുന്നേരം ദർസിന് പറഞ്ഞയച്ചോളി. ആ മക്കൾ നല്ലവരായാൽ നിങ്ങൾക്ക് അതിന്റെ പുണ്യം കിട്ടും. ഒരു മനുഷ്യൻ അല്ലാഹു ദുന്യാവിൽ ഏറ്റവും വലിയ നിഅമത്ത് കൊടുത്താൽ 4 കാര്യം ഓനുണ്ടാവുന്ന 4 കാര്യം. അതിലൊന്നെന്താ? അയ്യകൂന ഔലാദുഹു സുലഹാ, മക്കൾ നന്നാവും. അതാണ് അവൻ ഇടപെടുന്ന ആൾക്കാർ നന്നാവും. നമ്മുടെ കൂട്ടുകാർ നന്നാവുമല്ലോ. കൂട്ടുകാർ നന്നാവുക, മക്കൾ നന്നാവുക. അവന്റെ ഭാര്യ നല്ലവളാവുക. 4-മത്തെ ചിലപ്പോൾ നമുക്ക് നടന്നോളന്നില്ല. നാട്ടിൽ ഒരു ഏർപ്പാടുണ്ടാവുക എന്ന് പറഞ്ഞാൽ നാട്ടിൽ ഏർപ്പാടുണ്ടാകുമ്പോൾ മക്കളെയും കുട്ടികളെയും നാടും തീരൊക്കെ സംരക്ഷിക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ ഗൾഫ് പോലെ മോശമെന്നല്ലേ അർത്ഥം. ഏർപ്പാട് നാട്ടിൽ തന്നെ ആയാൽ അത് ഹൈറാണെന്ന് അർത്ഥം. വിദേശത്താന്ന് മോശമെന്നല്ല. 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. മക്കളും ഭാര്യയും നമ്മൾ സഹവസിക്കുന്ന ആളുകളും നന്നാവുക. അതുണ്ടാവാൻ എങ്ങനെയാ? ദീന് പരസ്പരം ഉണ്ടാവുമ്പോഴാണ്. അങ്ങനെ ദീനിയായ ഒരു ബന്ധം നിലനിർത്താൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അള്ളാഹ് ഞാൻ ഇനിയും ഇതിലെ വരും. ഇവിടെ വരാനും നിൽക്കാനും ഒക്കെ സമയം ഉണ്ടാവും, സന്ദർഭം ഉണ്ടാവും. ഞാൻ ഇവിടെ പലപ്പോഴും വരാറുണ്ട്. സാധാരണ ഇപ്പൊ DKC ഒക്കെ ഉണ്ട്. DKCന്റെ വീട്ടിൽ പലപ്പോഴും താമസിക്കാൻ വരെ വരാറുണ്ട്. നമ്മുടെ വരുമ്പോൾ അദ്ദേഹത്തോട് പറയണ്ട, ഞാൻ വന്നപ്പോ പറഞ്ഞു, അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ളൂ, പറയാതെ വന്നതാ. അപ്പൊ അതുകൊണ്ട് ഇവിടെ തന്നെ നിൽക്കണമെന്ന നിർബന്ധം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈർ നൽകുമാറാവട്ടെ, ബർക്കത്ത് നൽകുമാറാവട്ടെ. എല്ലാവരും ഒരു എന്താ വേണ്ടേ? ഇവിടെ പ്രസംഗം കഴിഞ്ഞാൽ നിങ്ങളാരും എഴുന്നേറ്റ് പോകരുത്. കാരണം ഇവിടെ സദുസാദ് അതുപോലെ ബന്ധപ്പെട്ട ആൾക്കാർക്ക് ചില കാര്യങ്ങൾ കൂടി പറയാണ്ടാവും. ഞാൻ ചെറിയൊരു ദുആ നടത്തി ഞാൻ പിരിയാണ്. എല്ലാവരും 200 10 സ്വലാത്തിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم اشرح بالصلاة عليك صدورنا ويسر بها أمورنا وفرج بها همومنا واغفر بها ذنوبنا واقض بها ديوننا واصلح بها أحوالنا وبلغ بها آمالنا وتقبل بها توبتنا واغسل بها حوبتنا وانصر بها حجتنا وتوقر بها ألسنتنا وآنس بها وخشتنا وارحم بها غربتنا واجعلها نورا بين أيدينا وعن خلفنا وعن أيماننا وعن شمائلنا ومن فوقنا ومن تحتنا وفي حياتنا وموتنا وفي قبرنا وحشرنا ونشرنا وظلا في القيامة على رؤوسنا وثقل بها موازين حسناتنا وادم بركاتها علينا حتى نلقى نبينا وسيدنا മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അർഹമുറാഹിമായ തമ്പുരാനെ, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിന് റസൂലുള്ളാഹിന്റെ റൗദയിലേക്ക് എത്തിക്കണേ തമ്പുരാനെ. അവിടുത്തെ ഹക്ക് ജാക്ക് ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും പൂർത്തിയാക്കി തരണേ റബ്ബേ.
പരിശുദ്ധ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളെ ദോഷങ്ങളൊക്കെ പുറത്തു തരണേ അല്ലാഹ്. ഞങ്ങളെ മാതാപിതാക്കളുടെ ദോഷങ്ങളെ പൊറുക്കണേ തമ്പുരാനെ. ഈ പള്ളിക്ക് ചുറ്റുവട്ടത്ത് മരിച്ചു കിടക്കുന്നവരുടെ ദോഷങ്ങളെ പൊറുക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളെ രോഗങ്ങൾക്ക് നീ ശമനം നൽകണേ അല്ലാഹ്. ക്യാൻസർ പോലെ, കിഡ്നി രോഗം പോലെ, ഹൃദ്രോഗം പോലെ സമ്പത്തും ശരീരവും ഒരുമിച്ച് നശിപ്പിക്കുന്ന രോഗം നൽകല്ലേ തമ്പുരാനെ. പടച്ചവനെ, ഈ ദർശന നേതൃത്വം കൊടുക്കുന്ന ഉസ്താദിനും ഉസ്താദുമാർക്കും നീ ആഫിയത്തും ദീനീ പ്രബോധനത്തിന്റെ പ്രതിഫലവും നൽകണേ തമ്പുരാനെ. ഈ ദർസിൽ നിന്ന് നല്ല ദീനുള്ള മക്കളെ നീ വളർത്താൻ തൗഫീക്ക് നൽകണേ തമ്പുരാനെ. ഉഖറവിയായ പണ്ഡിതന്മാരെ ഉയർത്തിത്തരണേ റബ്ബേ. പടച്ചവനെ, ഈ ദർശനെ സഹായിക്കുന്നവർക്ക് സർവ്വവിധ സഹായവും നീ നൽകണേ തമ്പുരാനെ. ദീനിന്റെ കാര്യം അവർ ഏറ്റെടുത്തതുപോലെ ഓരോ കുട്ടികളെ ഏറ്റെടുത്തവരെ പടച്ചവനെ, അവരുടെ കാര്യം നീ ഏറ്റെടുക്കണേ തമ്പുരാനെ. എല്ലാ കാര്യത്തിലും അവർക്ക് നീ കാവൽ നൽകണേ തമ്പുരാനെ. പടച്ചവനെ, ഇവിടുന്ന് യാത്ര പോകുന്ന ഹാജിമാർക്ക് മക്ബൂലും മബ്റൂറുമായ ഹജ്ജ് വിധിക്കണേ അല്ലാഹ്. അവരെ സൽക്കരിച്ച ഞങ്ങൾക്ക് സ്വർഗത്തിലെ സൽക്കാരം നീ നൽകണേ തമ്പുരാനെ. അവരെ യാത്രയച്ച പോലെ ഞങ്ങളെയും നീ സ്വർഗത്തിലേക്ക് യാത്രയാക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഇന്ത്യ മഹാരാജ്യത്ത് മുസ്ലിങ്ങൾക്കെതിരെ പല നിയമം വരുന്നു. ളാലിമീങ്ങളെ ശരണ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. സൗഹൃദത്തോടെ ജീവിക്കാനുള്ള അന്തരീക്ഷം നീ നൽകണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളെ പ്രവർത്തനത്തിൽ ഇഖ്ലാസ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ സ്വഭാവം നീ നന്നാക്കി തരണേ തമ്പുരാനെ. കൽബുകളെ നന്നാക്കണേ അല്ലാഹ്. ഞങ്ങളെ ആരാധനകൾ സ്വീകരിക്കാൻ തടസ്സമാകുന്ന വല്ല വൃത്തികേടും ഞങ്ങളെ കൽബിലുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് നീ ശുദ്ധീകരിച്ചു തരണേ തമ്പുരാനെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ വൻസുർനാ അലാ അഅദാഇനാ വഅലാ അഅദാഇക വഅദാഇദ്ദീൻ. ربنا تقبل دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا ولوالدينا يا غافر المذنبين آمين برحمتك يا أرحم الراحمين وصلى الله على سيدنا محمد وعلى آله وصحبه. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. ഞാനൊരു അർജന്റ് കാര്യമുള്ളതുകൊണ്ട് പോവാണ്. ബാക്കി കാര്യം ഇവിടെ നടക്കും. ഹാജിമാർ പ്രസംഗിക്കും. നിങ്ങൾ അവർക്കെല്ലാം സൗകര്യം ചെയ്തു കൊടുക്കണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.